ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ള ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് കോച്ചാണ്. കറന്റ് ഇന്ത്യയുടെ ഒബിസിറ്റി ലെവൽ വെരി ഹൈ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡയറ്റ് മാനേജ് ചെയ്യുന്നത്, വാട്ട് ഈസ് കലോറി, വാട്ട് ഈസ് കലോറി ഡെഫിസിറ്റ്, വാട്ട് ഈസ് കലോറി സർപ്ലസ്, വാട്ട് ഈസ് ക്വാളിറ്റി ഫുഡ്. കാർഡിയോ ഇസ് നോട്ട് എ ബാഡ് തിങ്, ബട്ട് ഗീവ് പ്രയോറിറ്റി ടു സ്ട്രെങ്ത് ട്രെയിനിങ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്കാസ്റ്റ്. സോ എക്സ്കാസ്റ്റിൻ്റെ ഫിറ്റ്നസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ള ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഫിറ്റ്നസ് കോച്ചാണ്. ഫിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ടോപ്പ് ലീഡിങ് ഫിറ്റ്നസ് ആപ്ലിക്കേഷനാണ്. സോ അതിലൊരു മലയാളി ഫിറ്റ്നസ് കോച്ചാണ് അഖിൽ ഫൈസൽ. ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു എക്സ്കാസ്റ്റ്. താങ്ക്സ് ഫോർ ബ്രോ, എങ്ങനെയാണ് ഈ ഒരു ആദ്യം തന്നെ ഒന്ന് ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, എൻ്റെ പേര് അഖിൽ ഫൈസൽ എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് ഉള്ളത്. കറന്റ്ലി ഫിറ്ററിൻ്റെ ഓൺലൈൻ കോച്ചാണ്. അവരുടെ മലയാളി കോച്ച് വൺ ഓഫ് ദ കോച്ചാണ്. കറന്റ്ലി ഐ എം ഹാൻഡ്ലിങ് അറൌണ്ട് 70 to 80 clients all over the world. More than 16 countries. ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ഈ പറഞ്ഞ തൊട്ട് ലൈക്ക് എ നോർമൽ പോപ്പുലേഷൻ ബിടെക് കഴിഞ്ഞിട്ട് ഒരാളാണ്. ബിടെക് മെക്കാനിക്കാണ്. അതെ, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മെക്കാനിക്കൽ വൈസ് തന്നെ ഞാനൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് റണ്ണിങ് ആയിട്ട് ആ ടൈമിലാണ് എനിക്കൊരു അറൗണ്ട് മേ ബി ഒരു 2020 ആ ടൈമിലൊക്കെ മൈ വെയ്റ്റ് റീച്ച് അറൗണ്ട് 90 kg. ഓക്കെ, ഈ കാണുന്നല്ല ഞാൻ, ശരിക്കും ഞാൻ വേറെ രൂപത്തിലായിരുന്നു. ഓക്കെ, ഒരു 90 kg ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് എൻ്റെ സിസ്റ്റർ എനിക്ക് ഫിറ്റർ എന്നൊരു പ്ലാറ്റ്ഫോം റെക്കമെൻഡ്. ആക്ച്വലി ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് ഞാൻ ഫിറ്ററിനെ പറ്റി കൂടുതൽ മനസ്സിലായി. അതിനേക്കാളും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് എവറിത്തിങ് ഈസ് സയൻസ് ബേസ്ഡ്. നോ മിത്ത്, നോ ജസ്റ്റ് ഫാറ്റ് ഡയറ്റ്സ്, നത്തിങ്. പ്യുവർ സയൻസ്. എന്തിനും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. സോ കമ്മിങ് ഫ്രോം എ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് എന്നെ അട്രാക്ട് ചെയ്തു. അങ്ങനെ ഫിറ്റർ ചെയ്ത് കൂടെ തന്നെ ഞാൻ ഒരു സ്വന്തമായിട്ട് അവിടെ തന്നെ ഗൈഡ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് പഠിച്ചിട്ട് അതിൽ മനസ്സിലാക്കി എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ഫിറ്റ്നസ്, മീൻസ് പ്രോപ്പറായിട്ട് ഹെൽത്തി വേയിൽ എങ്ങനെ ചെയ്യണം. ഓക്കെ, ഒരാൾക്ക് 2 രീതിയിൽ തടി കുറയ്ക്കാം, ഹെൽത്തി വേയിലും അൺഹെൽത്തി വേയിലും. സോ ഹെൽത്തി വേയിൽ എങ്ങനെ ചെയ്യണം നമ്മൾ മനസ്സിലാക്കി, സയൻസിൽ റിസർച്ചും കലോറി ഡെഫിസിറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്വന്തമായിട്ട് തുടങ്ങി. ഫ്രം 90 ഒരു 90 to 84 വരെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻറോൾഡ് വിത്ത് കോച്ച്. ഫിറ്ററിൽ തന്നെ നമുക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോച്ചസിനെ എൻറോൾ ചെയ്യാം. അങ്ങനെ നമ്മൾ കോച്ചിനെ എൻറോൾ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഗൈഡൻസ് കൂടെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടബിലിറ്റിയും കിട്ടും, പ്രോപ്പർ ഗൈഡൻസും കിട്ടും. ഓക്കെ, അതായത് നമ്മൾ കാണുന്ന ചിലപ്പോൾ നമ്മൾ ഫ്ലോ ബാക്സ് അത് നമുക്ക് കാണില്ല. ചിലപ്പോൾ നമ്മൾ ഓവർ ബോഡി ചെയ്യും, പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി ഫുഡ് ഓവറായിട്ട് കട്ട് ചെയ്യും. ഇറ്റ്സ് ഓൾസോ ബാഡ് തിങ്. ചിലപ്പോൾ നമ്മുടെ വീക്ക്നെസ്സും ഫ്ലോസും അല്ല നമ്മൾ എവിടെയാണ് മിസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി അറൗണ്ട് ആ ടൈമിലൊക്കെ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. ബട്ട് ഓൺലൈൻ ആയതുകൊണ്ട് ഇനി ഡസന്റ് എഫക്ട് മീ. ലക്കിലി ലോക്ക്ഡൗൺ 2 ദിവസം മുന്നേ എനിക്ക് ഡംബിൾസ് ആമസോണുണ്ടോ ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ഡംബിൾസ് 20 kg പെയർ ഓഫ് ജസ്റ്റ് ഒരു 1200 വർത്തോ ഡബിൾസ് ഡെലിവറി അറൗണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു April 22 ആ ടൈമിൽ. അതുകൊണ്ടും ഓൺലൈൻ കോച്ചിങ് ആയതുകൊണ്ടും എൻ്റെ ഡയറ്റും വർക്കൗട്ടൊക്കെ പ്രോപ്പറായിട്ട് പോയി. അങ്ങനെ എൻ്റെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് അറൗണ്ട് 73 kg, മേ ബി 73 ആ റേഞ്ച് എത്തി ആ ടൈം കൊണ്ട്. ബട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഐ ഡിഡ്ന്റ് ഡു 1 minute ഓഫ് കാർഡിയോ ചെയ്യാതെ വെയിറ്റ് ലോസ്. യെസ്, അതാണ് ഡിഫറൻസ്. ഓക്കെ, ഒരു വെയിറ്റ് ട്രെയിനിങ് ഇല്ലായിരുന്നു, ജസ്റ്റ് ഓൺലി സ്ട്രെങ്ത് ട്രെയിനിങ്. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ് മാത്രം, ഡംബിൾസും ആ പെയർ ഓഫ് ഡംബിൾസും മാത്രം ഉപയോഗിച്ചിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രം. 1 minute പോലും ട്രെഡ്മിൽ ഓടിയിട്ടില്ല, ഒരു തരത്തിലുള്ള കാർഡിയോ ചെയ്തിട്ടില്ല. ഐ ഗെയിൻ ലോട്ട് ഓഫ് മസിൽ മാസ് ഓൾസോ. ദാറ്റ് വാസ് ദ ഡിഫറൻസ്. അപ്പൊ ആ ഒരു സമയത്ത് ഡയറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഡയറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ ആയിട്ട് വേറെ ഗുണം ഉണ്ടായിരുന്നു. പുറത്തെ ഫുഡും കഴിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ജങ്ക് ഫുഡ് കഴിക്കേണ്ടി വന്നില്ല. ഐ വാസ് സീരിയസ്ലി മോട്ടിവേറ്റഡ്. അതിനുള്ള റീസൺ ഞാൻ പറയാം. അത് ഞാൻ ഫിറ്ററിലോട്ട് എങ്ങനെ വന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയാം. ആ ടൈമിൽ എൻ്റെ മെയിൻ ഫുഡ് റൈസും ബിരിയാണിയൊക്കെയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കാണാം, ഐ ലോസ് 30 kg ഈറ്റിംഗ് ബിരിയാണി. അതാണ് എൻ്റെ ടാഗ് ലൈൻ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഡെയിലി ബിരിയാണിയാണ്. ചിക്കൻ, റൈസ്, പല രീതിയിൽ. മൈ മദർ ഇസ് വെരി ഗുഡ് കുക്ക്. അപ്പോൾ ഉമ്മ പല രീതിയിലും ബിരിയാണിയും ചിക്കൻ കറി, ഫ്രൈഡ്, എയർ ഫ്രയർ ഉണ്ടായിരുന്നു. ദിസ് വാസ് വെരി വെരി ഹെൽപ്ഫുൾ. ലോക്കൽ ലോറിയായിട്ട് അങ്ങനെ എയർ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് അറൗണ്ട് ഒരു 60 kgs എത്തി. ഓക്കെ. ഫ്രം 90 to 60 kg 30 kgs ലോസ് ചെയ്തു. 30 kgs ഡ്രോപ്പ് ചെയ്തു. ബൈ ഈറ്റിംഗ് റൈസ് ആൻഡ് ചിക്കൻ. ഒരു ഫാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ഒരു പട്ടിണിയും കടന്നിട്ടില്ല. ഈറ്റിംഗ് നോർമൽ ഫുഡ്സ്, ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചിട്ട്. ബട്ട് ദർ ഇസ് എ ക്യാച്ച്, ക്വാണ്ടിറ്റി. ഓക്കെ. നമുക്കൊരു ഇതുണ്ട്, ഫ്രേസ് ഉണ്ട് നോർമലി പറയാൻ, ഡോസേജ് മേക്സ് ദ ഫുഡ് പോയിസൺ. ഡോസേജ് മേക്സ് ദ ഫുഡ് പോയിസൺ. ഓക്കെ. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആപ്പിളിന്റെ കുരും ആപ്പിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സൈനൈഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഈ ആപ്പിള് ഒരു ഓവർ ഡോസേജ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കം സൈനൈഡ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ വാട്ടർമെലൺ, കുമ്മട്ടിങ്ങ, നമ്മുടെ വാട്ടർമെലൺ, അത് കഴിച്ച ഒരാൾ മരിച്ചിട്ടുണ്ട്. യെസ്. എന്തായിരിക്കും അങ്ങനെ ഡോസേജ്? അതിലുണ്ടാവുന്ന നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും കെമിക്കൽസും ഉണ്ട്, മിനറൽസും കെമിക്കൽസും എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഒരു ഡോസേജ് ഉണ്ട്. ഈവൻ ഫിഷ്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സിങ്ക് ഹെവി മെറ്റൽ എന്നൊക്കെ നമ്മൾ പറയണത്. ബട്ട് ഫിഷ് ആണെങ്കിൽ നമ്മൾ ഓവർ ഡോസേജ് സിങ്കിന്റെ അളവ് കൂടിയിട്ട് നമുക്കത് ഹാർംഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈവൻ എല്ലാത്തിലും ഈ പറഞ്ഞ കെമിക്കൽസ് ഉണ്ട്. സോ ഡോസേജ് മേക്ക് ദ തിങ്സ് പോയിസൺ. നോർമലി പറയുന്ന വൈറ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് കമ്പാരിസൺ ഒരുപാട് പേര് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്ച്വലി ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ശരിക്കും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഒരു 5-10 രൂപ ഒരു ബ്രെഡിന്റെ പാക്കറ്റ് കൂട്ടി വെക്കാൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിന്റെ കലോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. മേ ബി ഒരു 1 or 2 grams ഓഫ് ഫൈബർ, അല്ലെങ്കിൽ എന്തോ ഒരു മൾട്ടിഗ്രെയിൻ ബ്രെഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1 or 2 grams കൂടുതലുണ്ടാവും. അതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ടേസ്റ്റിനെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇഫ് വി ഹാവ് എ പ്രോപ്പർ ഡയറ്റ് പ്ലാൻ, കലോറി ബേസ്ഡ് ഡയറ്റ് പ്ലാൻ, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. എങ്കിൽ മാത്രം സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ലോങ് റണ്ണിന് പോകുള്ളൂ. അതർവൈസ് വി വിൽ ഗെയിൻ ഇറ്റ് ബാക്ക്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് 90 kg എത്തിയത്. ബട്ട് ക്വസ്റ്റ്യനിൽ ഞാനിങ്ങനെ ഫിറ്ററിൽ എത്തിയതായിരുന്നു അല്ലേ. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1 month ago, അതായത് 2019 അറൗണ്ട് November 1st, എൻ്റെ ഉമ്മാക്ക് ചെറിയൊരു കാർഡിയാക് ബ്ലോക്ക് വന്നു. ഓക്കെ. അങ്ങനെ ആസ്റ്ററി കാട്ടി, എറണാകുളത്തുള്ള ആസ്റ്ററി കാട്ടി, അവിടെ ECG എടുത്തു, ബ്ലോക്ക് ഉണ്ട്. എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പോൾ ബ്ലോക്ക് ഉണ്ട്, ഒരു 2-3 വെയിൻസിൽ 90% ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ കാണാൻ ഞാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹെറിഡിറ്ററി കാർഡിയക് പേഷ്യൻസ് ആണ്. അതായത് ഉമ്മാനും ഉപ്പാക്കും ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാർഡിയക് പേഷ്യൻസ് ആണ്. അപ്പോൾ ഇനി എന്നെയും കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തുടുത്ത് നല്ല ചബ്ബിയായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ഈസ് യു, അടുത്തത് എനിക്കും വരാം കാർഡിയാക് അറസ്റ്റ്. അത് മീൻസ് കാർഡിയോ ഡിസീസ് വരാം, ഹെർട്ട് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു യു ഹാവ് ഗോട്ട് 2 options, 1 to do angiogram, other to drop your body fat percentage, get a healthy lifestyle. ഓക്കെ. അങ്ങനെയാണ് ഫിറ്റ്നസ്സിലോട്ട് എൻ്റെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ റിസൾട്ട്സ് കാണുമ്പോൾ അപ്പോഴത്തേക്കും ഉമ്മ അത്യാവശ്യം മെഡിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഐ വാണ്ട് ടു ട്രെയിൻ മൈ മദർ. ഉമ്മക്ക് വേറെ ആരും വിശ്വാസമില്ല, ഒരു കംഫർട്ടബിൾ അല്ല. വേറൊരു കോച്ചിനടുത്ത് ജിമ്മിൽ പോയൊന്നും ചെയ്യാനും അറിയാലോ. ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ ജിമ്മിൽ പോയി, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് പണികളും ഉണ്ട്. വീട് നോക്കും ഭയങ്കര, ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പൊ അതിന്റെ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയാണ് ഞാൻ INFS എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത്. INFS വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ് സയൻസ്. ഓക്കെ. അത് ഫിറ്ററിന്റെ ഒരു സബ് കമ്പനിയാണ്. അവിടെയാണ് സർട്ടിഫിക്കേഷൻസ് ചെയ്തത്. ആക്ച്വലി ഞാൻ അവിടുത്തെ ഡിപ്ലോമ എടുക്കാൻ ചേരാൻ കാരണം ജസ്റ്റ് ഫോർ മൈ നോളജ് ആൻഡ് ടു ട്രെയിൻ മൈ മദർ. അതിനു വേണ്ടി മാത്രമായിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ ഫിറ്റ്നസ് ഫീൽഡിലേക്ക് കടന്നത്. ഓക്കെ. പലർക്കും പല കഥകളാണ്. ചില ഞാൻ ഒട്ടുമിക്ക പേരും ഫിറ്റ്നസ്സിലോട്ട് വരുന്നത് ഫുട്ബോൾ കളിച്ചിട്ട് ഫിറ്റ്നസ്സിലോട്ട് വരുന്നവരുണ്ട്. പിന്നെ ബുള്ളിയും കാരണം ഫിറ്റ്നസ്സിലോട്ട് വരുന്നവരുണ്ട്. ബോഡി ഷേമിങ് കാരണം. ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിലോട്ട് വന്ന ഒരാളാണ്. അങ്ങനെ ആ ടൈമില് എൻ്റെ ഉമ്മക്ക് അറൗണ്ട് 80 kgs വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ആ 2 വെയിനിൽ ബ്ലോക്ക് 90% ഉണ്ടായിരുന്നു. ഷീ ഈസ് നൗ ജസ്റ്റ് 60 kg. ഓക്കെ. ആൻഡ് ബ്ലോക്കിന്റെ പെർസെൻറ്റേജ് 90 to 70% ഡ്രോപ്പ് ആയി. മെഡിക്കേഷൻ ഡോസേജ് പറഞ്ഞു. ഇതൊന്നും നമ്മൾ ജസ്റ്റ് വെയിൻ നമ്പേഴ്സിൽ പറയുന്നതല്ല. ഇത്
ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട്സിൽ കിട്ടുന്ന പ്രോഗ്രസ് ആണ്. ദാറ്റ് മീൻസ് വെൻ യു ഹാവ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഫുഡ്, ക്വാളിറ്റി ഗൈഡൻസ് ഓർ നോളജ്, എല്ലാവരും കോച്ചിനെ എൻറോൾ ചെയ്യണമെന്ന് വേണ്ട, ബട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബേസിക് നോളജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസിന് റിലേറ്റഡ് ആയിട്ട് ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ എവിടെയും പഠിപ്പിക്കില്ല. ഈവൻ ഡോക്ടേഴ്സ് ഡസ് നോട്ട് നോ അബൌട്ട് മച്ച് അബൌട്ട് ന്യൂട്രീഷൻ. ഞാൻ അറൗണ്ട് ഇപ്പോൾ ഞാൻ ഒരു അറൗണ്ട് 4-5 ഡോക്ടേഴ്സിന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് പാർട്സ് ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഫീൽഡിൽ ടോപ്പ് ആയിരിക്കും, മേ ബി കാർഡിയോ, സ്കിൻ. ബട്ട് ന്യൂട്രീഷൻ വൈസ് വരുമ്പോൾ ഒന്നാമത് ഒരു ബിസി ഷെഡ്യൂളും കാര്യം പ്രോപ്പർ അല്ല, എല്ലാം കോളമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡയറ്റ് മാനേജ് ചെയ്യുന്നത്, വാട്ട് ഈസ് കലോറി, വാട്ട് ഈസ് കലോറി ഡെഫിസിറ്റ്, വാട്ട് ഈസ് കലോറി സർപ്ലസ്, വാട്ട് ഈസ് ക്വാളിറ്റി ഫുഡ്, ഓക്കെ, എന്താണ് അറിയില്ല. കാരണം അവരുടെ സിലബസിൽ പോലും ഇത് ചെറിയൊരു പാർട്ടായിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതും കുറെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സിലബസിൽ ഇപ്പോഴും അവർ തന്നെ പറയാറുള്ളതാണ്, കുറെ ഒന്നും ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയാൻ വേണ്ട. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഫിറ്റ്നസ് ഒക്കെ ഒരു സിംഗിൾ ചാപ്റ്റർ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബയോളജിയിലൊക്കെ ആയിട്ട് ഒരു 10th പഠിപ്പിക്കും. അപ്പോൾ കറന്റ്ലി ഇന്ത്യയുടെ ഒബീസിറ്റി ലെവൽ വെരി ഹൈ ആണ്. 1/8 of person is obese in India currently. കാരണം ഭയങ്കര. ബട്ട് എന്നിട്ടും നമ്മുടെ ഗവൺമെന്റിനും ആർക്കും ഒന്നും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടത് പകരം നമ്മുടെ നാട്ടിലായിട്ട് പോകുന്നതെല്ലാം ഫാറ്റ് ഡൈസ്, ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാജിക്കൽ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് തേനും പഞ്ചസാരയും ഒക്കെ ഇട്ട് രാവിലെ കുടിക്കി. അതിൻ്റെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഓഫ് മണി. ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ഒരു ബ്രാൻഡും ഉണ്ട്, വി കോൾ ഇറ്റ് ഡബ്ബ ലൈഫ്. ഓക്കെ, മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വെരി ടോക്സിക്, ഹൈ ഹെവി കെമിക്കൽ സബ്സ്റ്റൻസ് ആൾസോ ഉള്ള ഡ്രിങ്ക് ആണ്. അത് ഒരു MLM മാർക്കറ്റിന്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത് യൂസ് ചെയ്തൊരു റിസൾട്ട് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ അവർ രാവിലെ 500 കലോറി ഫുഡ് കഴിക്കുന്ന ആൾ വരെ ഫുഡ് ഒന്നും കഴിക്കരുത്, നേരെ ഡ്രിങ്ക് കുടിക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അവർ കണ്ണും പൂട്ടി വിശ്വസിക്കും, അല്ലെങ്കിൽ ഫോളോ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥത ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ വെയിറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ബട്ട് അവർ എന്നാ ഡ്രിങ്ക് നിർത്തി നോർമൽ ഫുഡിലേക്ക് മാറുന്നു, ഇത് കുടിച്ച ടൈമിൽ അവരുടെ ലിവർ ഫങ്ഷൻസിനൊക്കെ ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ടാവും. ഇപ്പോഴും ആ ബ്രാൻഡിനെ കുറെ സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവരാരും ഉപയോഗിക്കുന്നില്ല, വേറെ കാര്യം. ബട്ട് അത്രയും പ്രോമിനന്റ് ആണ് ആ ബ്രാൻഡ്. ആ ബ്രാൻഡിന്റെ പേര് പറയാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ അടുത്ത ദിവസം ലീഗൽ നോട്ടീസ് വരും. ഓക്കെ, അതാണ് അതിന്റെ ഒരു സംഭവം. അതാണ് ആ ഒരു സംഭവം. അപ്പോ അതുപോലെ നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരിക്കും, കാർബും ഫാറ്റ്സും ആയിരിക്കും കൂടുതൽ. ദാറ്റ്സ് മെയിൻ ക്വസ്റ്റ്യൻ ഐ വാസ് ലുക്കിംഗ് ഫോർ. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറ്റ് ഈസി ആയിട്ട് കൊണ്ടു നടക്കണമെങ്കിലോ ഏറ്റവും എളുപ്പത്തിൽ ആഡ് ചെയ്യേണ്ട സാധനമാണ്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനമാണ് പ്രോട്ടീൻ. ഞങ്ങളൊക്കെ ഒരു ഡയറ്റ് പ്ലാൻ ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത് പ്രോട്ടീൻ്റെ അളവാണ്. അത് എക്സ്പെഷ്യലി ഇന്ത്യൻസ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്. പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ ഡയറ്റ് കാർബ് ഡോമിനൻ്റ് ആണ്. ജസ്റ്റ് നമ്മൾ രാവിലെ എടുക്കുക, രാവിലെ ഇഡ്ഡലി ചമ്മന്തി, ദോശ ചമ്മന്തി, ഓക്കെ, അല്ലെങ്കിൽ അപ്പവും പുട്ടും കടലക്കറി, ഒക്കെ ഇതാണ്. വേണേ മുട്ടക്കറി വരെ മാത്രമാണ് ഒരു 6 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നത്. ജസ്റ്റ് ലുക്സ് ഫോർ ലഞ്ച് എടുത്താൽ തന്നെ ഏകദേശം ഒന്നും തന്നെ ഇല്ല. ചോറ്, ഈവൻ ഇൻ കേസ് എല്ലാം നോൺ വെജോ ചിക്കനോ മീനോ കഴിച്ചാൽ. ബട്ട് അപ്പോഴാണെങ്കിലും നമ്മൾ റൈസിന്റെ ക്വാണ്ടിറ്റിയാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. ഐ എം നോട്ട് സെയിങ് റൈസ് ഇസ് എ ബാഡ് തിങ്, ബട്ട് ഡോസേജ് മേക്സ് ഇറ്റ് പോയ്സൺ. എൻ്റെ ഒരു ക്ലയന്റ് ഡയബറ്റിക്സ് ആണ്, അറൗണ്ട് ഒരു 160 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു. പുള്ളി ഡെയിലി റൈസ് കഴിച്ചിട്ട് മേക്സ് 110. അത്രയും ഡ്രോപ്പ് ചെയ്തു. ഈ ആൾസോ ലോസ് അറൗണ്ട് 15 kgs ക്വാണ്ടിറ്റി. അതായത് ആളുടെ ഡോക്ടർ ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞു, ആൾക്ക് ഒട്ടും പറ്റില്ല റൈസിലാണ്ട്. ആൾക്ക് ചിലവർക്ക് ചില ഫുഡ് ഭയങ്കര പറ്റില്ല. അങ്ങനെയാണ് ഫിറ്ററിലേക്ക് വന്ന് എൻ്റെ അടുത്ത് എൻറോൾ ചെയ്യണത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് മോഡറേറ്റ് ആക്കി, പ്രോട്ടീൻ ഹൈ ആക്കി, റൈസ് കൊടുത്തു. ആള് 3 നേരം റൈസ് കഴിക്കുന്നു,
വെയിറ്റ് കുറയുന്നു. ഡയബറ്റീസ് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു സാധനത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്ത് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ ആണ് ഒരു ഡയറ്റ് എത്രത്തോളം കൊണ്ടുപോകുന്നു, എത്ര നാൾ സസ്റ്റൈനബിൾ ആവുന്നു, എത്രത്തോളം ഹൈ പ്രോട്ടീൻ ഫുഡ് ഡയറ്റിലുണ്ടോ അത്രത്തോളം വിശപ്പ് നമുക്ക് കുറവായിരിക്കും. ഓക്കെ. ഐ വിൽ സേ ഫ്യൂ ബെനിഫിറ്റ്സ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ. നമ്പർ 1, സാറ്റിറ്റി ലെവൽ ഹൈ ആണ്. അതായത് നമ്മൾ ഒരു 100 ഗ്രാം ചിക്കൻ കഴിച്ചാൽ വിശപ്പ് മാറും, ഒരു പരിധി വരെ മാറും. ബട്ട് ആ 100 ഗ്രാമിന്റെ ഐസ്ക്രീം കഴിച്ചാലോ അല്ലെങ്കിൽ 100 ഗ്രാം ചോറ് കഴിച്ചാലോ വിശപ്പ് മാറില്ല. രണ്ടാമത്തെ കാര്യം തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയും. അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ബേൺ ചെയ്യാൻ തന്നെ ബോഡി കലോറീസ് യൂസ് ചെയ്യും. അത് പ്രോട്ടീൻ അത് ഏറ്റവും ഹയസ്റ്റ് ആണ്, കാർബ്സ് മിഡിലാണ്, ഫാറ്റ് ഏറ്റവും കുറവാണ്. ഓക്കെ. പ്രോട്ടീൻ ബേൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ ഒരു തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡിന് 30% യൂസ് ചെയ്യുന്ന പറയണം. ഫാറ്റിന് ജസ്റ്റ് ഓൺലി 10%. അതുകൊണ്ടാണ് ഫാറ്റ് കുറച്ച് പോയത്. അതായത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തന്നെ കലോറി ബേൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ സെയിം 1800 കലോറി ഒരാൾ ഫോളോ ചെയ്യുന്ന ഒരാൾ 1800 കലോറി പ്രോട്ടീൻ കഴിച്ചാലും മാത്രം കഴിക്കുന്ന ആളും അതേ അളവിനുള്ള കാർബ്സ് കഴിക്കുന്ന ആളും തമ്മിൽ കൂടുതൽ ഫാറ്റ് ലോസ് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്ന ആൾക്കുണ്ടാവും. വിശപ്പ് കുറവായിരിക്കും സാറ്റിക് ലെവൽ പറഞ്ഞുകൊണ്ട് പ്രോട്ടീൻ. പിന്നെ അൾട്ടിമേറ്റ്ലി പ്രോട്ടീൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അവർ മസിൽസ്. അതായത് നമ്മുടെ ബോഡിയിൽ മസിൽസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിന് ഹെയർ ഒക്കെ ഇമ്പ്രൂവ് ആവുള്ളൂ, മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ കാർഡിയോ ചെയ്തിട്ടില്ല, സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രം ചെയ്തിട്ടുള്ളൂ. കാര്യം ഇപ്പോൾ പോലും അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് കാർഡിയോന് ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ്. സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് കാർഡിയോ കാണും. യെസ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഗീവ്സ് ദ ബെനിഫിറ്റ് ഓഫ് കാർഡിയോ ഹെൽത്ത്. അങ്ങനെ കാലറീസ് കൂടുതൽ ബേൺ ചെയ്യാൻ പറ്റുന്നു. സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിയോ ഹെൽത്ത്, ഹേർട്ട് ബീറ്റ് കൂടും, അതിന് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും, മസിൽ സ്ട്രെങ്ത് കൂടും. ഓക്കെ. കാർഡിയോ മസിൽസ് ഉണ്ട് അല്ലെ, അതായത് ഹേർട്ടിന്റെ മസിൽസ് അതടക്കം ഇമ്പ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ. സോ നിങ്ങളൊരു കാർഡിയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്യാം, വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി. വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിർബന്ധമായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ദ ക്യാച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോട്ടീനെ പറ്റിയാണ് പറഞ്ഞത്. പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഇപ്പോഴും ഒരാൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും വേ പ്രോട്ടീൻ കഴിക്കണോ? അതെ, ഇപ്പൊ നോർമലി ഒരു ഭയങ്കര ചർച്ച വിഷയമാണ്. യെസ് 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 സ്റ്റീറോയിഡ്സ്, മറ്റേത് മറിച്ചത്, കുട്ടികൾ ഉണ്ടാവില്ല, ഒരുപാട് മിക്സ് അടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരാൾ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയാം. ഒരു ജനറൽ പോപ്പുലേഷൻ ഒരു കിലോക്ക് ഒരു 0.8 grams ഓഫ് പ്രോട്ടീൻ, ബോഡി വെയിറ്റിന്റെ 0.8 grams ഓഫ് പ്രോട്ടീൻ. ഒരു ജനറൽ പോപ്പുലേഷൻ, അതായത് പ്രത്യേകിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, നോർമൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലാണ് പോകുന്നതെങ്കിൽ 0.8 ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു 70 കിലോ ഉള്ള ആള് ഒരു 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. ഓക്കെ. അതൊരു അത്ലറ്റ് ഒക്കെ ആണെങ്കിൽ അതൊരു 0.6 വരെ ആവും. അതായത് ഒരു 70 കിലോ ഉള്ള ആള് ഒരു 120 ഗ്രാം 110 ഗ്രാം വരെ പ്രോട്ടീൻ സുഖമായിട്ട് കഴിക്കും. അത് അപ് ടു 140 ആയാലും നോ ഇഷ്യൂ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്. ഓക്കെ. അപ്പോൾ കൂടുതൽ കഴിക്കണം എന്തിനാന്ന് ചോദിക്കാം. അത് നമ്മുടെ ഈ ഡയറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുവെക്കാനും നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും. ബോഡി ബിൽഡിങ്ങിന്റെ കേസ് വരുമ്പോഴത്തേക്ക് അത് ഡബിൾ ഗ്രാംസ് കഴിക്കേണ്ടി വരും. ഡബിൾ ദ ബോഡി വെയിറ്റ്, 2x ദ ബോഡി വെയിറ്റ്. അതാണ് മാക്സിമം ചെയ്യാം. അപ്പോൾ അത്രയും കഴിക്കാൻ വേണ്ടിയാണ് നമുക്ക് സാധാരണഗതിയിൽ വേ പ്രോട്ടീൻ വേണ്ടി വരാം, ഫില്ല് ചെയ്യാൻ, അതായത് അത് എത്താൻ വേണ്ടി. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ, അതായത് അഡീഷണൽ ആയിട്ട് കിട്ടാൻ വേണ്ടി. അതായത് ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കുന്നു, വൈറ്റമിൻ ഇ, ഇവിയോൺ ടാബ്ലറ്റ്സ് കഴിക്കും. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ കഴിക്കാം. അപ്പോൾ ഈ പറഞ്ഞ തൊട്ട് നോൺ വെജിറ്റേറിയൻസിന് ഒരുപാട് പ്രോട്ടീൻ ഓപ്ഷൻസ് ഉണ്ട്. ചിക്കൻ, ബീഫ്, എഗ്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 100 ഗ്രാം ചിക്കനിൽ നിന്ന് 25 grams ഓഫ് പ്രോട്ടീൻ കിട്ടും. ഒരു എഗ് വൈറ്റിൽ നിന്ന് 3 കിട്ടും. ഒരു ഫുൾ എഗ്ഗിന് 6 അറൗണ്ട് ആ റേഞ്ചിൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഇഷ്ടംപോലെ പ്രോട്ടീൻ ഓപ്ഷൻസ് നോൺ വെജിറ്റേറിയൻ ഉണ്ട്. ഈ പറഞ്ഞ ഫിഷ്, ചിക്കൻ, എഗ്, ചെമ്മീൻ. ഓക്കെ. ചെമ്മീനൊക്കെ ഹൈലി പ്രോട്ടീൻ ആണ്. അതായത് ചിക്കനേക്കാളും ബെറ്റർ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയാം ചെമ്മീനുള്ളത്. ഓക്കെ. നമ്മൾ മലയാളികൾ ഏറ്റവും മിസ് ഔട്ട് ചെയ്യുന്നതും ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് ഫിഷ്. ഈ തിലോപ്പിയ അറൗണ്ട് സെയിം കലോറീസ് ഓഫ് ചിക്കൻ, ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കിട്ടും. ഒമേഗ 3 അഡീഷണൽ ആയിട്ട് കിട്ടും. വേറെ ഇത് കിട്ടും. നമുക്കാണെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്. കേരള ആ ഒരു
ഫിഷ് അത് മിസ്സായിട്ട് പോണ സംഭവമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വെജിറ്റേറിയൻസിന്റെ കേസ് വരുമ്പോഴാണ് അവർക്ക് ഓപ്ഷൻസ് കുറവ്, അതും ക്വാളിറ്റി പ്രോട്ടീൻസ് ഓപ്ഷൻസ് കുറവ്. സ്റ്റിൽ വെജിറ്റേറിയൻസ് ഹാവ് ഓപ്ഷൻ. നമുക്കൊരു 60-70 കലോറീസ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞിട്ട് കടല പരിപ്പ്, പനീർ, തോഫു, ചീസ് അതൊക്കെ വെച്ച് കിട്ടും. അതിൽ ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് സോയ ചങ്ക്സ്. സോയ ചങ്ക്സ് ആക്ച്വലി ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറേ റീൽസ് കണ്ടൊരു സംഭവമാണ്. സോയ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രോജൻ ലെവൽ ഹൈ ആവും. സോയ കഴിക്കും, ചിലർ പറയുന്നത് സോയ കഴിക്കുന്ന ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. ചിക്കനേക്കാളും പ്രോട്ടീൻ ഉണ്ട്, ചിക്കനേക്കാളും കൂടുതൽ ന്യൂട്രിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിലെന്ത് മാത്രം സത്യമുണ്ട്? സത്യം എന്താണെന്ന് വെച്ചാൽ സോയ വൺ ഓഫ് ദ ഈസിലി അവൈലബിൾ പ്രോട്ടീൻ സോഴ്സ് ആണ്. ചീപ്പാണ്, ഭയങ്കര എളുപ്പത്തിൽ കിട്ടും. 50 ഗ്രാം സോയ ചങ്ക്സ് 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 50 ഗ്രാം സോയ ചങ്ക്സിൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അത് കിട്ടാനായിട്ട് മേ ബി അറൌണ്ട് 30 റുപ്പീസ് മതിയാവും 25 ഗ്രാം പ്രോട്ടീൻ. ബട്ട് ആ സമയം ചിക്കനാണ് 90 റുപ്പീസോ 100 റുപ്പീസോ കൊടുക്കുന്നുണ്ട് ആ 25 ഗ്രാംസ് പ്രോട്ടീൻ. സോയ ചങ്ക്സ് കറന്റ് പറയുന്ന കൂട്ട് ഇത്രയും നെഗറ്റീവ് സംഭവങ്ങൾ സ്പ്രെഡ് ചെയ്യണമുണ്ട്. ഏറ്റവും കൂടുതൽ കറന്റ് റിസർച്ച് സംഭവമാണ് സോയ ചങ്ക്സ്. ദർ ഇസ് ഓൺലി 2 സ്റ്റഡീസ്. ഇറ്റ് ഇംപ്രൂവ്സ് എസ്ട്രോജൻ കൂടും, മാൻ ബൂബ്സ് വരും, ഗൈനോ. ബട്ട് ആ ഒരു കണ്ടീഷനിൽ അവർ വേറെ കാര്യം, ആ ഒരു കേസ് സ്റ്റഡി ഞാൻ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി കേസ് സ്റ്റഡീസ് ഒന്നും ഫോളോ ചെയ്യേണ്ടതല്ല, നമ്മൾ കൂടുതൽ റിസർച്ച് പേപ്പേഴ്സിനാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കേസ് സ്റ്റഡിയിൽ ആൾക്ക് ഗൈനോ വന്നിട്ടുണ്ട്. ആൾക്ക് വന്ന എങ്ങനെയാന്ന് വെച്ചാൽ കലോറി സർപ്ലസ് ആയിരുന്നു. ഈ ഗെയിൻ ഫാറ്റ് വന്ന എല്ലാവർക്കും ഈ ഒരു കണ്ടീഷൻ വരാം. അല്ലാത്തൊരു കേസിൽ സോയ ചങ്ക്സിൽ നമ്മുടെ ഒരു മെയിൽ ഹോർമോൺ ആ ഒരു എസ്ട്രോജൻ ലെവൽ കൂടണമെങ്കിൽ അറൌണ്ട് ഒരു 600 to 700 ഗ്രാംസ് ഓഫ് സോയ ചങ്ക്സ് എവറി ഡേ കഴിക്കണം പെർ ഡേ. ഞാനൊരു 75 to 100 ഗ്രാംസ് കഴിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല, അപ്പത്തേക്കും ഫില്ലാവില്ല. ഒരു സാധാരണ ആൾക്ക് ഒരു 150 to 200 മുകളിൽ സോയ ചങ്ക്സ് കഴിക്കാൻ പറ്റിയില്ല, ആവശ്യമില്ല. അപ്പോൾ ഇതിലും മുകളിൽ, അതായത് 600 to 700 ഗ്രാംസ് പെർ ഡേ കഴിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു തരത്തിലൊരു സ്പൈക്ക് ഉണ്ടാവും. ആദ്യം പറഞ്ഞ ഡോസേജ് മേക്സ് ഇറ്റ് പോയിസൺ. അപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ അടക്കമാണ്. ഒരുപാട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഉണ്ടായിരുന്നു. ഒരു ബോഡി ബിൽഡർ സോയ ചങ്ക്സ് കഴിച്ചിട്ടാണ് മസിൽ ബിൽഡ് ചെയ്തത്. അപ്പോൾ വേറെ ആൾ റിയാക്ഷൻ വീഡിയോ ഇട്ടേക്കാണ്, കളിയാക്കിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാനപ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് എന്തുകൊണ്ടാണ് ചോദിച്ചു. ആൾ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ സോയനെ പ്രൊമോട്ട് ചെയ്യുന്നു, സോയയുടെ ബിസിനസ് വളർത്തിയിട്ടാണ് ഞാൻ അങ്ങനെ. അപ്പോൾ ആള് യൂട്യൂബിൽ പോയി നോക്കാൻ പറയും. അപ്പോൾ ആള് യൂട്യൂബ് നോക്കിയപ്പോൾ റിസർച്ച് പേപ്പേഴ്സ് ഒന്നും കാണാനില്ല. ഈ പറഞ്ഞൊരു കേസ് സ്റ്റഡി ഉണ്ട്, വേറെ കുറെ ആർട്ടിക്കിൾസും കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ റിസർച്ചിലോ ഒന്നുമില്ല. കാര്യം ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻസ് ആണ് ഏറ്റവും കുറവ് പ്രോട്ടീൻ കഴിക്കുന്നത്, ഡെഫിഷ്യൻ്റ് കുറവുള്ളത്. ഓക്കെ, സോ അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ പ്രോട്ടീൻ സോഴ്സ് ആണ് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ. ഓക്കെ, പ്യൂർ വെജിറ്റേറിയൻസിന് ബയോബിലിറ്റി ആണ് 50% എല്ലാ അമിനോ ആസിഡ്സ് അവൈലബിൾ ഉണ്ട്. 1 or 2 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കുറവുണ്ടെങ്കിലും ബാക്കി എല്ലാ അമിനോ ആസിഡ്സ് അവൈലബിൾ ആണ് സോയ. സോ നിങ്ങൾ അതിൽ കാണുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ വെജിറ്റേറിയൻ, ഇഫ് യു ക്യാൻ ഈറ്റ് സോയ ചങ്ക്സ്, ഗോ ഫോർ ഇറ്റ്. ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അതെ, ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ബട്ട് 150-200 ഗ്രാംസ് മുകളിലും കഴിക്കണം. 150 കഴിക്കുമ്പോഴത്തേക്ക് അറൌണ്ട് 75 ഗ്രാംസ് പ്രോട്ടീൻ കിട്ടായി. ഓക്കെ, ഈ പ്രോട്ടീൻ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ചോറിൽ പ്രോട്ടീൻ ഉണ്ട്. ഒരു നമ്മൾ 70 to 100 ഗ്രാംസ് ചോറ് റൈസ് അരി കഴിക്കുമ്പോഴത്തേക്കും അറൌണ്ട് 5 to 10 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കിട്ടും. കംപ്ലീറ്റ് അല്ലെങ്കിലും ഒരു പ്രോട്ടീൻ കിട്ടും. ബട്ട് ചോറില്ലാത്ത എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന പയറിലുണ്ടെങ്കിൽ രണ്ടും കൂടി ബാലൻസ്. സോ ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ് പ്രോട്ടീൻ. എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉള്ള പ്രോട്ടീൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രോട്ടീൻ ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ഡ്രിങ്ക് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ ഇപ്പോഴും പേടിയുള്ളവരാണ് ഞാൻ പറയാം. പറ്റുമെങ്കിൽ ഞാനിതൊരു പിക്ചർ കൊടുക്കാം. നാൻ പ്രോ സിർലാക്ക്, അതിലൊക്കെ വേ പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട്. വേ പ്രോട്ടീൻ ഉണ്ട്. ഈവൻ മൈ 90 years old ഗ്രാൻഡ് മദർ ഡ്രിങ്ക്സ് വേ പ്രോട്ടീൻ. അതായത് പുള്ളിക്കാരിക്ക് അത്രയും ചിക്കനും കാലൊന്നും കഴിക്കാൻ പറ്റില്ല, പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ ഞാൻ ചോദിച്ചു, അപ്പോൾ അത്യാവശ്യം അറിയാവുന്ന ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല, ഷീ ക്യാൻ ഹാവ് ഇറ്റ്. അപ്പോൾ ഒരു ഹാഫ് സ്കൂപ്പൊക്കെ ഡെയിലി വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 12 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ബോഡിയിലേക്ക് കിട്ടും. അത് അവരുടെ ഒരുപാട് റിക്കവറിനും ഇംപ്രൂവൈസ് ചെയ്യും, മസിൽ ലോസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഈ മസിലിനെ പറ്റി ഇത്രയും പറയാൻ കാര്യം ഇപ്പോൾ ആയിരിക്കും മസിൽ എന്ന് ആദ്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജിമ്മുകളിലെ പുറത്തൊക്കെയുള്ള ബോഡി ബിൽഡേഴ്സ്, അർണോൾഡ്,
അതാണ്. ബട്ട് അവിടെ ജിമ്മിൽ പോയി എത്ര പേർക്ക് എത്ര മസിൽ വന്നിട്ടുണ്ട്? ഒന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു നോർമൽ ആയിട്ട് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ബോഡി ബിൽഡിംഗ് ആൾക്ക് മസിലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് ഇഫ് യു ആർ യൂസിങ് എനി സ്റ്റിറോയിഡ്സ്, ഐ എം നോട്ട് റെക്കമെൻഡിങ് എനി സ്റ്റിറോയിഡ്സ്, ബട്ട് അത് യൂസ് ചെയ്യണവർക്ക് ഭയങ്കര സ്പീഡിൽ വരും. അവരാണ് ഈ ബോഡി ബിൽഡേഴ്സ്. ഇപ്പൊ കറന്റ്ലി നമ്മുടെ നാട്ടിൽ ജിമ്മിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പൊ ഒരു അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാതെ എൻ്റെ ക്ലയൻസിന്റെ ഫസ്റ്റ് മീറ്റിംഗ്, ഫസ്റ്റ് കോൾ ഒരു ലോങ് കോളാണ്, ഒരു 1 hour കോളാണ്. അപ്പൊ അതില് എടുത്തു പറയുന്ന കാര്യമാണ്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഏൺ ചെയ്യുന്നുണ്ടാവും, അത് സേവ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടി. സെയിം ലൈക്ക് ആ ക്യാഷ് സേവ് ചെയ്യുന്ന വിട്ട് തന്നെ സേവ് ദ മസിൽസ് ഫോർ ദ ഫ്യൂച്ചർ. എന്താണെന്ന് വെച്ചാൽ 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മസിൽ മാസ് ഡീജനറേറ്റ് തുടങ്ങും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഒരു 50 കിലോ മസിൽസ് അത്ര ഉണ്ടെങ്കിലും ജസ്റ്റ് ഇമാജിൻ 50 കിലോ മസിൽസ് 30 ഉണ്ടെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു വർക്കൗട്ടും കാര്യം ചെയ്യുന്നില്ലെങ്കിൽ 30 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 15 30 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 60 വയസ്സാകുമ്പോഴത്തേക്കും ഡബിൾ ആവും മസിൽ ലോസ്. ഓക്കെ, അപ്പോൾ 50 ഉള്ളവന് 60 കഴിയുമ്പോഴത്തേക്കും 10 കിലോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് ഇമാജിൻ ഇഫ് യു ആർ ഡൂയിങ് വർക്കൗട്ട് ഫ്രം 30 years, നിങ്ങളുടെ മസിൽ മാസ് അറൗണ്ട് ഒരു 100 ഉണ്ടാവും. എന്തായാലും ഡീജനറേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത്ര സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇത് അപ്പോഴും ചോദിക്കുക എന്തിനാ മസിൽ മാസ്. പല ആളുകൾക്കും പ്രായമാകുമ്പോൾ മുട്ടുവേദന, ജോയിന്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി നിൽക്കുന്ന എല്ലിന്റെ പുറത്ത് മാത്രം, ആ ബോൺസിന്റെ മാത്രമാണ്. സ്കിന്ന്, ഫാറ്റ്, ബോൺ, അതിൻ്റെ അടുത്തൊരു മസിലിനൊരു സംഭവം. ഇഫ് ദേ ഹാവ് മസിൽസ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ജോയിൻസ്. അതായത് ആ സ്ട്രെസ് ഷെയർ ചെയ്യും, മസ്കുലർ സ്ട്രെങ്ത്തും മസ്കുലർ സ്കെൽറ്റനും സപ്പോർട്ട് ചെയ്യും നമ്മളെ. സോ നിങ്ങൾ മസിൽസ് സേവ് ചെയ്താൽ മാത്രമാണ് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫും ആ ഒരു ഹെൽത്തി കണ്ടീഷനിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാർഡിയോ ഇസ് നോട്ട് എ ബാഡ് തിങ്, ബട്ട് ഗീവ് പ്രയോറിറ്റി ടു സ്ട്രെങ്ത് ട്രെയിനിങ്. കാര്യം എന്ന് വെച്ചാൽ കാർഡിയോ നമുക്ക് എപ്പോഴും കിട്ടും. നമ്മൾ ലിഫ്റ്റ് കയറുമ്പോൾ, സ്റ്റെയർ കേസ് കയറുമ്പോൾ, അല്ലെങ്കിൽ കിച്ചണിൽ നടക്കും, വീട്ടിലാണ്, അതൊക്കെ കാർഡിയോ ആണ്. ലൈറ്റ് കാർഡിയോ ആണെങ്കിലും ഇറ്റ്സ് കാർഡിയോ. ഈവൻ സ്ട്രെങ്ത് ട്രെയിനിങ് എടുക്കുമ്പോൾ ആപ്പിൾ വാച്ച് ഉള്ളത് ഡെഡ് ലിഫ്റ്റ് എടുക്കുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ ഹെഡ് ബീറ്റ് 160 150 ഒക്കെ പോകും. ഇറ്റ് മീൻസ് ഇറ്റ് എഫക്റ്റിംഗ് അവർ കാർഡിയോ ഹെൽത്ത്. അപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടീൻ ഓൺ പോയിന്റ് ആക്കാം. നിങ്ങളുടെ ഗോള് ഫാറ്റ് ലോസ് ആണെങ്കിൽ ഈ പറഞ്ഞ കലോറി ഡെഫിസിറ്റ് ആവാം, ക്വാളിറ്റി പ്രോട്ടീൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് വേണം ഡയറ്റ് പ്ലാൻ ബാക്കി നോക്കാനായിട്ട്. ഈ ഒരു ചോദ്യം വെച്ചാൽ ഈ വേ പ്രോട്ടീനിൽ തന്നെ ഇപ്പോൾ ഹൈഡ്രോളൈസ്ഡ്, ഐസൊലേറ്റ്, കോൺസെൻട്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവം, അതൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ? കാര്യം എന്താണെന്ന് വെച്ചാൽ 100 ഗ്രാം വേ പ്രോട്ടീൻ എടുത്താൽ 70 grams പ്രോട്ടീൻ ഉണ്ടെങ്കിൽ, അതായത് 100 ഗ്രാം അതിൽ പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ 70 grams പ്രോട്ടീൻ അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നോർമൽ കോൺസെൻട്രേറ്റ്. അതിലൊരു 80 to 90 ആണെങ്കിൽ ഐസൊലേറ്റ്, 99% ഹൈഡ്രോളൈസ്ഡ്. മൂന്നിനും എന്തായിരിക്കും ഡിഫറെന്റ് യൂസസ്? എന്താ യൂസ്? അതായത് സാധാരണ ഒരാൾക്ക് എപ്പോഴും കോൺസെൻട്രേറ്റ് മതി. ഇറ്റ് ഈസ് ചീപ്പ്, ഈസിലി അവൈലബിൾ, കോൺസെൻട്രേറ്റ് തന്നെ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടോ, അതായത് പാല് കുടിച്ചാലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഗ്യാസ് ഇഷ്യൂസോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഐസൊലേറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഗോ ഫോർ ഹൈഡ്രോളൈസ്ഡ്. അതർവൈസ് ഒരു വ്യത്യാസവുമില്ല. അബ്സോർപ്ഷനും ഡൈജഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചുകൂടെ കലോറീസ് ഒക്കെ കുറവാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അഡീഷണൽ എമൗണ്ട് കൊടുക്കുന്നതിനുള്ള നമ്മൾ വെറുതെ സപ്ലിമെന്റ്സിൽ വെറുതെ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ്, കണ്ടമാനം ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് കൂടി വരാനുണ്ട്. ഗട്ട് ഹെൽത്ത് ഒക്കെ മോശമായിട്ടും പ്രോപ്പറായിട്ട് പണ്ടുടങ്ങി പാല് കുടിക്കാത്തവർക്ക് പെട്ടെന്ന് പുതിയൊരു പ്രോട്ടീൻ സോഴ്സ് കൊടുക്കുമ്പോൾ ഡൈജഷൻ ഇഷ്യൂസും ബ്ലോട്ടിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്നില്ലെങ്കിൽ ചെറിയ അളവിൽ, അതായത് ഹാഫ് സ്കൂപ്പ് ഒക്കെ വെച്ചിട്ട് വേ പ്രോട്ടീൻ തുടങ്ങാം, അല്ലെങ്കിൽ നേരെ പറഞ്ഞ ഐസൊലേറ്റോ ഹൈഡ്രോലൈസ്ഡോ യൂസ് ചെയ്യാം. പിന്നെ അല്ലാത്തൊരു 1% ഹെവി ബോഡി ബിൽഡേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് 100% പ്രോട്ടീനും വേണമെന്നൊക്കെ ഭയങ്കര അങ്ങനെയുള്ളവർക്ക് വേണം ഹൈഡ്രോലൈസ് യൂസ് ചെയ്യാം. ബട്ട് സാധാരണ ഒരു ജനറൽ പോപ്പുലേഷൻ്റെ ആവശ്യമില്ല, ഒരു അഡീഷണൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ വേ പ്രോട്ടീൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈ ഫ്രം ഓൺലി ക്വാളിറ്റി സോഴ്സ്. അതൊരു മെയിൻ പോയിന്റ് ആണ്. അതായത് നോർമലി ചീത്തപ്പേര് പറഞ്ഞാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി കണ്ടുകൊണ്ട് വരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പാലിൽ നിന്ന് പല ഗ്രേഡിലുള്ള വേ കിട്ടും.
അതിൽ ഹൈ ക്വാളിറ്റി വേ ഒക്കെ അങ്ങ് പുറത്തേക്ക് കൊണ്ടുപോകും. അതിൽ വരും സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് ഇന്ത്യക്ക് കിട്ടുന്നത്. എന്നാലും ചില ബ്രാൻഡ്സും ഉണ്ട്, ബട്ട് ഇതിന് മാത്രം വേ അവൈലബിൾ അല്ല. ഇതിന് മാത്രം പാല് വേണ്ടേ വേ കിട്ടണമെങ്കിൽ. അപ്പോ പിന്നെ ചില ആളുകളുണ്ട് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി ലെഡ് മറ്റേ മെറ്റൽസ്, ഹെവി മെറ്റൽസ് ആഡ് ചെയ്യും. ഓക്കെ, ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. അതൊന്നും വേയുടെ പ്രശ്നമല്ല. നിങ്ങൾക്കൊരു ചായപ്പൊടിയിൽ ഒരു എന്തെങ്കിലും കെമിക്കലോ അല്ലെങ്കിൽ കുമ്മായോ ഇഷ്ടികപ്പൊടിയൊക്കെ ഇട്ട് തന്നിട്ട് അത് ചായപ്പൊടിയുടെ കുഴപ്പമല്ല, അത് ചേർത്ത ബ്രാൻഡിന്റെ കുഴപ്പമാണ്. സോ ഞാനൊരു ബ്രാൻഡ് എൻഡോസ് ചെയ്യില്ല, അതുകൊണ്ട് ബ്രാൻഡിന്റെ പേരൊന്നും എടുത്ത് പറയാത്തത്. എടുക്കുന്ന ബ്രാൻഡ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജെന്യുവിൻ സോഴ്സ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാം. യൂട്യൂബിൽ ഇഷ്ടം പോലെ ലാബ് ടെസ്റ്റ് ചെയ്ത വീഡിയോസ് ഉണ്ട്, അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ബഡ്ജറ്റിൽ സ്യൂട്ട് ആയ നല്ല ബ്രാൻഡ് നോക്കി എടുക്കാം. എക്സ്പെൻസീവ് ബ്രാൻഡ് എപ്പോഴും നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ബട്ട് 25 ഗ്രാം പ്രോട്ടീൻ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും ഒരേ റിസൾട്ട് തന്നെയാണ്. ചിലർ പറയും എനിക്ക് ആ ബ്രാൻഡ് എടുത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. അതൊരു പ്ലാസിബോ എഫക്ട് എന്ന് പറയും, സൈക്കോളജിക്കലായിട്ട് നമുക്ക്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ വേ പ്രോട്ടീൻ കുടിക്കുക. അതും നമ്മൾ ടോട്ടൽ പ്രോട്ടീൻ്റെ കോൺപോയിന്റ് ആണെങ്കിൽ അതിലും വെറും ജസ്റ്റ് 0 to 5% എഫക്റ്റ് പോകും. അപ്പോഴും ബട്ട് നമുക്കൊരു തോന്നൽ കിട്ടും, ഈ പ്ലാസിബോ എഫക്റ്റ് കിട്ടും. കഴിക്കുമ്പോൾ തന്നെ നേരെ മസിലിലേക്ക് അങ്ങോട്ട് ഭയങ്കര ഫീല് കിട്ടും. ബട്ട് ആക്ച്വലി തിങ് ഈസ് നമ്മൾ കുടിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിൽ എത്തിയിട്ട് വേണം അമിനോ ആസിഡ്സിന്റെ പൂളിലേക്ക് ഇത് ചെല്ലാനായിട്ട്. അവിടെ ആൾറെഡി അമിനോ ആസിഡ്സ് പൂൾ ഫുൾ ആണെങ്കിൽ നമ്മുടെ ബോഡി ഇത് അപ്പം യൂസ് ചെയ്യില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോൾ കുടിച്ച് വേപ്പോട്ട് ചിലപ്പോൾ 4 മണിക്കൂറായിരിക്കും യൂസ് ചെയ്യുന്നത്. ബ്ലഡിൽ ഉണ്ടാവും, ഡൈജഷന് കഴിഞ്ഞിട്ടുണ്ടാവും, ബട്ട് അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരാൾ ഒരു 100 ഗ്രാം പ്രോട്ടീൻ ദിവസം കഴിക്കണമെങ്കിൽ ആൾ 100 ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ ടൈമിങ് ഡസ് നോട്ട് മാറ്റർ മച്ച്. അതൊക്കെ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ചിലവർക്ക് ഉണ്ട് ജിമ്മിൽ വെച്ച് പ്രോട്ടീൻ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ വർക്കൗട്ടേ പോയി എന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഓക്കെ, സോ ടൈമിങ് സെക്കൻഡറി ആണ്. അത് ഈ പറഞ്ഞോട്ട് പിന്നെ നമ്മൾ ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നോർമൽ ഒരു കണക്ക് പറഞ്ഞാൽ 30 ഗ്രാം പ്രോട്ടീൻ ആണ് പെർ മീൽ അബ്സോർബ് ചെയ്യാൻ പറ്റണമെന്ന് പറയാം. 30 ഗ്രാം പെർ മീൽ അബ്സോർബൻ, ഡൈജഷണൽ അബ്സോർപ്ഷൻ. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നല്ലത്. ബട്ട് എന്നും പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ല. ബട്ട് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ടോട്ടൽ പ്രോട്ടീനിലേക്ക് മീറ്റ് ചെയ്യാന്നുള്ളതാണ് പെർ ഡേ. അത് ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ് ടു ഹാവ് വേ പ്രോട്ടീൻ. ഓക്കെ, സോ ഈ വേറൊരു ഭയങ്കര വലിയ മിത്താണ്, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ആദ്യം ചെയ്യുന്ന കാര്യം ചോറ് ഒഴിവാക്കുന്നു, ഷുഗർ കട്ട് ചെയ്യുന്നു, ഓയിൽ കട്ട് ചെയ്യുന്നു, പിന്നെ മറ്റേ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുന്നു. അതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ എന്താ? അതായത് ഈ പറഞ്ഞ കൂട്ട് ഇതൊക്കെ ഒരു ജനറൽ പോപ്പുലേഷൻ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 100 ഗ്രാം അരിപ്പൊടി 100 ഗ്രാം ഗോതമ്പ് പൊടി ഒരേ കലോറിയാണ്. 100 ഗ്രാം അരി, കുക്ക്ഡ് അല്ല അരി, 100 ഗ്രാം ഗോതമ്പ് പൊടി 370 കലോറിയാണ്. രണ്ടും ഒരേ അളവിൽ കഴിച്ചാൽ സെയിം റിസൾട്ടാണ്. ഫാറ്റ് ലോസിന്റെ കാര്യത്തിൽ ന്യൂട്രീഷനിലെല്ലാം അങ്ങോട്ട് ചെറിയ ഫൈബർ ഇൻടേക്ക് അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫാറ്റ് ലോസിന്റെ കണ്ടീഷനിൽ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ആ 100 ഗ്രാം അരി നമ്മൾ ഒരു പാത്രത്തിൽ എടുക്കുമ്പോൾ തവിയിലായിരിക്കും എടുക്കണം. അത് ഒരു സ്പൂണിൽ ഇട്ടുമ്പോൾ അളവ് ഉണ്ടാവില്ല. ബട്ട് ചപ്പാത്തി നമുക്ക് എണ്ണത്തിൽ നിർത്താൻ പറ്റും. എണ്ണം 1, 2, 3 അരി നമ്മൾ ഒരു കാണുമ്പോൾ അരിയും പെട്ടെന്ന് കുറച്ചും കൂടി ഗ്ലൈപ്പക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് നമുക്ക് ഈസിലി ഡൈജസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വിശപ്പ് മാറില്ല, കൂടുതൽ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരി കുറയ്ക്കാൻ പറയും. ബട്ട് നിങ്ങൾക്ക് അളന്ന് മുറിച്ച് കഴിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, യു ക്യാൻ ഈറ്റ് റൈസ്. അതായത് 3 നേരം അരി കഴിച്ചാൽ നിങ്ങൾ വെയിറ്റ് കുറയും. ഒരുപാട് പ്രൂഫ്സ് ഉണ്ട് എൻ്റെ. ഓക്കെ, ഞാൻ പറ്റുമെങ്കിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ പിക്ചേഴ്സ് കാണിക്കാം ഈ വീഡിയോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓയിലും. ഓയിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ഫാറ്റാണ് ഓയിൽ. അതായത് 1 ഗ്രാം ഫാറ്റ് 9 കലോറിയാണ്. ഓക്കെ, അത് കുറയ്ക്കാൻ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് 3 പാർട്ടിക്കിൾ വെച്ചാണ്. ബേസിക്കലി പറഞ്ഞാൽ 3 മാക്രോ ന്യൂട്രിയൻ്റ് ഉണ്ട്: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വെറും 4 കലോറി, 1 ഗ്രാം പ്രോട്ടീൻ വെറും 4 കലോറി തന്നെയാണ്. ബട്ട് ഫാറ്റ് എത്തുമ്പോൾ നേരെ 9 കലോറിയാവും. ആ ഒരു വ്യത്യാസമാണ്. അതായത് 1 ഗ്രാം വെളിച്ചെണ്ണയോ 1 ഗ്രാം ഇൻ കേസ് ഇനി നെയ്യ്, ഇവൻ ബീഫിന്റെ നെയ്യാണെങ്കിൽ പോലും 9 കലോറി ഉണ്ട്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്
പറഞ്ഞ ഈ തെർമിക് ഓഫ് ഫുഡും കുറവാണ്. അതുകൊണ്ട് വിശപ്പ് മാറില്ല, അത് ബേൺ ചെയ്യാൻ കലോറിയും കുറവായിരിക്കും. പക്ഷേ ഒരു സംഭവമുണ്ട്, ഞാനിപ്പോൾ ചോദിക്കുകയാണ്, പ്രോട്ടീൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏതില്ലെങ്കിൽ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരാം. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാക്രോ ന്യൂട്രിയൻ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഫാറ്റാണ്. ഒരാൾക്ക് പ്രോട്ടീൻ ഇല്ലാണ്ട് ജീവിക്കാം, കാർബോഹൈഡ്രേറ്റ് ഇല്ലാണ്ട് ജീവിക്കാം, ഫാറ്റില്ലാതെ പറ്റില്ല. ഫാറ്റില്ലാണ്ട് പറ്റില്ല. നമ്മുടെ നെർവൻസും ബ്രെയിൻസും ഒന്നും വർക്ക് ചെയ്യില്ല. ബട്ട് മിനിമൽ എമൗണ്ട് മതി. ഒരു നോർമൽ ഞാനൊരു ഡെയിലി ഒരു അറൗണ്ട് 10 to 15 ഡയറ്റ് പ്ലാൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ആവറേജ് ഒരു എമൗണ്ട് ഒരാൾക്കൊരു 40 to 70 grams ഫാറ്റൊക്കെ മതി. 14 to 17 ആണ്, 40 to 70. 40 to 70 grams. ഓക്കെ. അതിൽ തന്നെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യം. സാച്ചുറേറ്റഡ്, യെസ്. എന്താണ് ആക്ച്വലി സാച്ചുറേറ്റഡ്? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫാറ്റ് ആണ്. അതായത് നമുക്ക് അൺഹെൽത്തി ഫാറ്റ് എന്ന് പറയും, സിമ്പിളായിട്ട് അൺഹെൽത്തി ഫാറ്റ് എന്ന് പറയും. അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരാൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 2000 കലോറീസ് പ്ലാൻ ഫോളോ ചെയ്യുന്ന ആൾ അതിൻ്റെ ഒരു 10%, അതായത് 200 കലോറീസിനുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രം ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ. പകരം ക്വാളിറ്റി ഫാറ്റ്സ് ഉപയോഗിക്കും, അതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അതിൽ ക്വാളിറ്റി ഫാറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നട്ട്സ്, ആൽമണ്ട്സ്, അവക്കാഡോ, സീഡ്സ്, മറ്റേ ഗ്രീക്സ്, മറ്റേ സീഡ്സ് ഒക്കെ ഇല്ല, ഇപ്പോൾ കണ്ടമാൻ സീഡ്സ്, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. അതൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ആണ്. ബട്ട് അതാണ് പറഞ്ഞ ഫാറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ വന്നാലും. ഇതും ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റിയുടെ ഇത് വരുന്നുണ്ടല്ലേ? ക്വാണ്ടിറ്റി, അതായത് നോർമലി പുറത്തുള്ളവർ, GCCയിലുള്ളവർ, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഫുഡ് കുറച്ച് കഴിക്കുമെന്ന് പറയും. ഞാൻ കുറച്ച് കഴിക്കില്ല, എപ്പോഴും വിശപ്പാണ്, ബട്ട് തടി കൂടുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, അപ്പോൾ എന്തെങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്യും. ആദ്യം ഞാൻ പറയും ഫോട്ടോസ് അയച്ചു തരാൻ പറയും, കഴിക്കുന്ന നല്ല മീനല്ലേ. അപ്പം എന്താണ്, ഒരു പിടി നട്ട്സൊക്കെയാണ് കഴിക്കണത്. ഒരു പിടി നട്ട്സ് എന്ന് പറഞ്ഞാൽ 500-600 കലോറി കാണും. കാര്യം എന്താണ്, അപ്പോൾ നട്ട്സ് നല്ലല്ലേ? നട്ട്സ് ബട്ട് നല്ലല്ലേ, അപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ അധികമായ അമൃത ഭക്ഷണം എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ 500 gram 600 gram നട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹാഫ് ബിരിയാണീൻ്റെ അത്ര ഉണ്ട്. പക്ഷെ നട്ട്സ് വെച്ച് വിഷമം മാറൂല. അപ്പോൾ ഡോസേജ് ആണ് അവിടുത്തെ പ്രശ്നം. അത് ഈ പറഞ്ഞ തൊട്ട് 500-600 കലോറി വരും നട്ട്സും ആൽമണ്ട്സും. അതൊക്കെ നല്ല സാധനങ്ങളാണ്, ന്യൂട്രീഷൻ്റെ ആണ്, ഏറ്റവും ഗുഡ് ഫാറ്റിൻ്റെ സോഴ്സ് ആണ്. ബട്ട് നിങ്ങളുടെ ഫാറ്റ് ലോസ് ആണ് നിങ്ങളിൽ ഗോളെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ചോയ്സ്. ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക. ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക. മേ ബി അറൌണ്ട് 10 gram to 20 grams ഓഫ് നട്ട്സ്. അപ്പോഴത്തേക്ക് അത്യാവശ്യം 200 കലോറീസോളായി. അതായത് ഏകദേശം 3 ബ്രെഡ്, 3 കോഴിമുട്ട, ഒരു എഗ് 70 grams ആണ്. 70 കലോറി, 70 കലോറീസ് ആണ്. ഓക്കെ. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു. അത് നമ്മൾ ഒരു പിടി എടുത്ത് കഴിക്കുമ്പോഴല്ലേ ഇങ്ങനെ പിസ്തയൊക്കെ ഇങ്ങനെ പൊളിച്ച് കിണ്ടിക്ക് അത് തീർക്കുമല്ലോ. അപ്പം അതാണ്. അതുപോലെ തന്നെയാണ് ഈ ചിപ്സും കാര്യങ്ങളൊക്കെ. നമ്മൾ നോർമലായിട്ട് കാണുന്ന ലേസ്, ചീറ്റോസ്, അതൊക്കെ ഒരു പാക്കറ്റ് അറൗണ്ട് 500 കലോറി ഉണ്ട്. 100 grams 500 കലോറീസ് ഉണ്ടാവും. കപ്പലിൻ്റെ മിഠായി, നമ്മുടെ നാട്ടിൽ എന്ത് മിഠായാണ്, ചിപ്സ് ആണ്, ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ 500 കലോറി ഉണ്ടാവും. ഇതൊക്കെ മിക്ക നമ്മൾ തുറന്നാൽ ചിലപ്പോൾ തീർത്തിട്ടായിരിക്കും. ഒരു ഓറിയോ ബിസ്ക്കറ്റ് 60 കലോറി, ഒരു സിംഗിൾ പീസ് 60 കലോറി, ഈക്വൽ ടു 1 egg, അപ്രോക്സിമേറ്റ് 1 egg ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ ഉണ്ടെന്ന് വെച്ചോ, ബാക്കി 3 മീൽ ചെറുതായിരിക്കും. ചായ എടുക്കുമ്പോൾ പാലെടുക്കും, പാല് 100 ml 60 കലോറി കാണുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ 20 കലോറി ഷുഗർ ഉള്ളൂ. ഷുഗർ കഴിച്ചാൽ പോലും ഒരു ടേബിൾ സ്പൂൺ 20 കലോറി ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. പിന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ ചായ ചിലപ്പോൾ 150 കലോറി ഉണ്ടാവും. അതിനൊപ്പം ഉണ്ടാവുന്ന ചിപ്സ്, ബിസ്ക്കറ്റ്, ഇതെല്ലാം കൂടി 400-500 കലോറി. സാധാരണ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെക്കാളും കുറച്ച് കൂടുതൽ കലോറീസ് സ്നാക്സിനുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ കൂടുതൽ കാണുന്ന ഒരു ഇന്ത്യൻ ക്ലയൻസിന് സംഭവിക്കുന്നത്. ഒന്നാമത്തെ ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നത് കാർബ് ഡോമിനൻറ്റ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി. രണ്ടാമത് സ്നാക്സ്. മൂന്നാമത് ഓയിൽ. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഫുഡ്സ് ആണെങ്കിലും ചിലതൊക്കെ പൊരിച്ചൊക്കെ ഉണ്ടാകുന്നുണ്ടായാലും സ്നാക്സ് ഒക്കെ എന്ന് വെച്ചാൽ എണ്ണയിൽ ഇങ്ങനെ മുക്കിയാണ് എടുക്കുന്നത്, ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ട് 1 gram ഓയിൽ 10 കലോറി ഉണ്ട്. വിശപ്പ് മാറൂല. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, നോർമലി എൻ്റെ ക്ലയൻസ് ഒക്കെ റംലാനൊക്കെ ആണല്ലോ, അപ്പോൾ അവർ സ്നാക്സ് ഒക്കെ ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചാൽ എയർ ഫ്രയർ യൂസ് ചെയ്യും. നല്ലൊരു ഓപ്ഷൻ അല്ലേ എയർ ഫ്രയർ? എക്സാക്ട്ലി. അതായത് ഈ പറയുന്ന സമൂസ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ എയർ ഫ്രയറിൽ വെക്കും. 5 minutes കൊണ്ട് അത്
കിട്ടും. മേ ബി ഒരു 50, 100, 200 കലോറി സേവ് ചെയ്യാം. ഓയിലിന്റെ വെയിറ്റ് മാത്രമായിട്ട് മാറും. ഓൾമോസ്റ്റ് ഗുഡ് ആസ് ദാറ്റ്. ഓക്കെ, അത് ഈ പറഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം, ഫിഷ് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും ഓയിലില്ലാതെ. ഓയിലില്ലാണ്ട് നമുക്ക് ഫ്രൈങ് എല്ലാം ആകും. ചിലർക്ക് ഫ്രൈങ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ ഒരു ബേസിക്, ഇപ്പോൾ നിങ്ങൾ ഫിറ്ററിൽ ഒരാൾ വരുന്ന, അല്ല ഫിറ്ററിലൊരു ക്ലയൻറ്റ് വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ബേസിക് ആയിട്ട് അയാൾക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ഇപ്പം ബ്രോഡർ സൈഡിൽ നിന്ന് എന്തൊക്കെ ഇൻപുട്സ് ആയിരിക്കും, ലൈക്ക് എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ബ്ലഡ് ചെക്ക്. ചിലരിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത്, പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാറ്? അതായത് എൻ്റെ അടുത്ത് ആദ്യം ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ബയോയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കോൾ മീ ബിഫോർ എൻറോളിങ്. ഡയറക്റ്റ് ആപ്പിൽ കൂടെ തന്നെ എൻറോൾ ചെയ്യാം. ബട്ട് അതിനു മുമ്പ് ഒരു പ്രീ കോൾ എപ്പോഴും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടുപേരും സ്യൂട്ടബിൾ, അതായത് കോച്ചബിൾ ആണോ അല്ലെങ്കിൽ ആളെ കോച്ച് ചെയ്യാൻ ഞാൻ ആളുടെ കറന്റ് കണ്ടീഷൻ ഞാൻ അഡാപ്റ്റ് ആണോ അറിയണം. അതായത് ചിലവർ കൊണ്ടമാനം പണ്ട് തുടങ്ങി കേട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരുന്നവരുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും മാറ്റില്ല. ചിലപ്പോൾ അവർ ആ ഒരു ചെറിയൊരു പിടിവാശ കൊണ്ടായിരിക്കും അവരങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രീ കോളിൽ തന്നെ അവരുടെ ഒരു ഏകദേശം ഇതെടുക്കും. എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്, ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ ഫുഡാണ്, അതൊക്കെ ഞാൻ അസൈൻ ചെയ്ത് തരും. എന്ത് ഫുഡ് വേണമെങ്കിലും അസൈൻ ചെയ്യാം. ബട്ട് ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. എനിക്ക് ഇന്ന ഇത്ര പ്രോട്ടീൻ, നിങ്ങളുടെ ഹെൽത്തിന് ഇത്ര പ്രോട്ടീൻ വേണം. എനിക്ക് വേണമെന്നല്ല, നിങ്ങളുടെ ഹെൽത്തിന് അത്ര പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ ആസ് എ കോച്ച് നിങ്ങളുടെ ഹെൽത്താണ് എൻ്റെ പ്രയോറിറ്റി. അല്ല ജസ്റ്റ് നിങ്ങൾ ഹാപ്പി ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ തന്നിട്ട് വെയിറ്റ് പറയാൻ നിങ്ങൾ ഹെൽത്ത് മോശമായിട്ടേക്ക് ഒരു കാര്യമില്ല. അങ്ങനെ ആളെ എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫോം ഉണ്ട്, ഡയറ്റ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം എടുക്കും, എല്ലാം പുൾ ഔട്ട് ചെയ്തെടുക്കും. ഒരു ഡീറ്റെയിൽഡ് ഫോം തന്നെയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫോമാണ്. അത് കഴിഞ്ഞിട്ട് ആളുടെ വെയിറ്റ്, മെഷർമെൻറ്റ്സ്, ഫോട്ടോസ് എടുക്കും. എല്ലാം അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂ കോൾ ഉണ്ടാവും. ഒരു 30 to 45 minutes വരുന്ന ഒരു കോൾ. ആ കോളിൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് എടുക്കും. അതിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. ആൾക്ക് എന്തൊക്കെ ഫുഡാണ് ഇഷ്ടം അതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. എങ്കിൽ മാത്രം സസ്റ്റൈനബിൾ ആയിട്ട് പോവുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്നിട്ട് 30 ദിവസം കൊണ്ടൊന്നും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കില്ല. കാരണം നമ്മൾ ഈ വെയിറ്റ് ഉണ്ടാക്കുന്നത് 10-30 വർഷം കൊണ്ട് നമുക്ക് കഷ്ടപ്പെട്ട് കഴിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ്. കാശ് ചിലവാക്കിയും കഷ്ടപ്പെട്ട് ഓടി ഓർന്നും കഴിച്ചുണ്ടാക്കിയ വെയിറ്റ് ആണ്. അപ്പോൾ അത് കുറേ നമ്മൾ അത്രയും ടൈം ഒന്നും ഇല്ലെങ്കിലും 3 to 6 months ഡിപ്പെൻസ് ഓൺ ആളുടെ വെയിറ്റ്, ആളുടെ മെറ്റാബോളിസം കണ്ടീഷൻസ് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഷ്യൽ കോളിൽ തന്നെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ആളുടെ ഡയറ്റ് പ്ലാൻ, വർക്കൗട്ട് പ്ലാൻ അസൈൻ ചെയ്ത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യും. എനർജി എക്സ്പെൻഡിച്ചർ അതായത് ഒരു ദിവസം ആൾ സ്പെൻഡ് ചെയ്യുന്ന കലോറി. ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ ഇത്രയും കേട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇടയ്ക്കിടെ കലോറി പറയുന്നുണ്ട്, ഡെഫിസിറ്റ് പറയുന്നുണ്ട്, സർപ്ലസ് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇതായിരുന്നു ആദ്യം പറയേണ്ട ഒരു സംഭവം. എന്താണ് കലോറി, എന്താണ് കലോറി ഡെഫിസിറ്റ്, എന്താണ് കലോറി സർപ്ലസ്. ഇത് മലയാളികൾ വെറും 5% പേർക്ക് അറിയുള്ളൂ. ഇതറിഞ്ഞാൽ നിങ്ങൾ ഒരു കോച്ചിൻ്റെ അടുത്തും പോകണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം സസ്റ്റൈനബിൾ ആണോ, കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് കലോറി എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ എനർജിയാണ്. അതായത് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി. ഫുഡ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടി, ഫംഗ്ഷന് വേണ്ടി, സന്തോഷത്തിന്, സങ്കടം വന്നാലൊക്കെ ഫുഡാണ്. ഓക്കെ, ബട്ട് ഫുഡ് ശരിക്കും നമ്മൾ എനർജി സോഴ്സ് ആണ്. അതായത് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജിയാണ്. അപ്പോൾ 1 കലോറി നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുമ്പോൾ അങ്ങനെയാണ് ഫുഡ് എനർജി കിട്ടുന്നത്. അപ്പോൾ സപ്പോസ് രാഹുലിന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന കലോറി 2000 കലോറി രാഹുൽ സ്പെൻഡ് ചെയ്യുന്നത് വിചാരിക്കും. അതിന് കലോറി കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, ടോട്ടൽ ഡെയിലി, അതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതിൽ ഇൻപുട്സ് കൊടുക്കണം, ഹൈറ്റ്, വെയിറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, അതൊക്കെ കൊടുത്തിട്ടാണ് ഒരു ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ കിട്ടും. ഓക്കെ, അതൊരു സപ്പോസ് രാഹുലിന്റെ ടോട്ടൽ ഡെയിലി ആണ് 2000 കലോറിയാന്ന് വിചാരിക്കും. ടോട്ടൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന കലോറി, അതായത് രാഹുലിന് ഒരു ദിവസം സർവൈവ് ചെയ്യാൻ വേണ്ട കലോറി. ടോട്ടൽ ഡെയിലി എക്സ്പെൻഡിച്ചർ, അതായത് TDE എന്ന് പറയും. അതിൽ 3 കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ്. BMR, ബേസൽ മെറ്റാബോളിക് റേറ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ചിമ്മുന്ന, ഹേർട്ട് ബീറ്റ് ചെയ്യുന്നതും, കിഡ്നി ഫങ്ഷൻസും, ഡൈജഷൻസും, ഇതെല്ലാത്തിനും എടുക്കുന്ന എനർജി. അതായത് നമ്മൾ അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്തോരം എനർജി വേണം. നമ്മൾ കണ്ടിട്ടുണ്ടാവും വയ്യാണ്ട് കിടക്കുന്ന ആൾക്ക് ക്ഷീണിച്ചു പോകണം, അവർ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ബട്ട് അപ്പോൾ അവരുടെ ബോഡിക്ക് വേണം. ഇറ്റ് ഈസ് അറൌണ്ട് 70%.
അതായത് 2000 കലോറി രാഹുൽ ഒരു സ്പെൻഡ് ചെയ്യുന്നുണ്ട് 1400 കലോറീസ്. അതായത് നമ്മുടെ ബോഡി തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ BMR പറ്റി പറഞ്ഞു. പിന്നെ ഉള്ളതാണ് 20% വരുന്നതാണ് നീറ്റ്. അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റീസിലൂടെ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് നടക്കുന്നത്, കൈ അനക്കുന്നത്, കിച്ചണിൽ പോകുന്നത്, നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നത്, അതൊക്കെ എക്സസൈസ് അല്ലാണ്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി എന്ന് വരുന്നതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു 20%. ബാക്കി ഒരു 10% എന്ന് പറഞ്ഞാൽ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്. നമ്മൾ ആദ്യം പറഞ്ഞില്ല. അതായത് നമ്മൾ ഫുഡ് കയ്യിൽ ദഹിക്കാൻ വേണ്ടിയുള്ള എനർജി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ ഡെയിലി എനർജി സ്പെൻഡ്. ഇത് 3 ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് രാഹുൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. രാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏതാണ്? ബട്ടർ ചിക്കൻ ഇഷ്ടം. ഓക്കെ, ബട്ടർ ചിക്കൻ എടുക്കാം. ബട്ടർ ചിക്കൻ ആണെങ്കിൽ രാഹുൽ ഒരു ദിവസം ബട്ടർ ചിക്കൻ മാത്രം കഴിക്കുന്നുള്ളൂ. 2200 കലോറിക്കുള്ള ബട്ടർ ചിക്കൻ കഴിക്കുകയാണ്. അത് ഏകദേശം ഒരു 8 പീസുള്ള ബട്ടർ ചിക്കൻ 2200 കലോറി ഉണ്ട്. രാഹുലിന്റെ ബോഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ, ഞാനിത് ലേമാൻ ടൈംസിലാണ്, നമ്മുടെ എല്ലാവരും കാണാൻ വേണ്ടി ലേമാൻ ടൈംസിലാണ് പറയുന്നത്. 2200 കലോറി കഴിച്ച രാഹുലിന്റെ ബോഡി 2000 കലോറി അബ്സോർബ് ചെയ്യും. 2000 കലോറി രാഹുലിന് സർവൈവ് ചെയ്യാൻ വേണം. ബാക്കി വരുന്ന 200 കലോറീസ് ഉണ്ട്. അത് ബോഡി എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും ആസ് എ ഫോം ഫാറ്റ്, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ബട്ട് രാഹുൽ അത്യാവശ്യം എന്നും ബട്ടർ ചിക്കൻ കഴിക്കുന്നു, ഭയങ്കര ഹാപ്പിയാണ്, എന്നും സർപ്ലസ് ആണ്. അപ്പോൾ എന്നും സർപ്ലസ് ആകുമ്പോൾ എന്ത് പറ്റും, ഇത് ഫാറ്റായിട്ട് അടിഞ്ഞുകൊണ്ടിരിക്കും, യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, ഈ 200 എന്ന് പറയുന്നത് ഡെയിലി നമ്മുടെ ബോളിൽ ചെയ്തുകൊണ്ടിരിക്കും. സെയിം രാഹുൽ 1800 കലോറീസിനുള്ള ബട്ടർ ചിക്കനാണ്. അതായത് 8 പീസിൽ നിന്ന് 7 പീസാക്കി കുറച്ച്, ഒരു പീസ് കുറച്ച്. അപ്പോൾ 400 കലോറി കുറഞ്ഞു. അപ്പോഴും രാഹുൽ സ്പെൻഡ് ചെയ്യുന്ന കലോറീസ് സെയിം തന്നെയാണ്, 2000 കലോറീസ് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബട്ട് ഒരു 200 കലോറി ഡെഫിസിറ്റ് വന്നു. ദാറ്റ് ഈസ് കോൾഡ് കലോറി ഡെഫിസിറ്റ്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, നമ്മൾ കഴിച്ച ഫുഡ് ആദ്യം അബ്സോർബ് ചെയ്യും. ബോഡി സെക്കൻഡ് ഓപ്ഷൻ നോക്കും. ബോഡിക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ സ്റ്റോർഡ് ഫാറ്റ് എടുത്തിട്ട് യൂട്ടിലൈസ് ചെയ്യും. 7500 കലോറി ടു 1 kg ഓഫ് ഫാറ്റ്, 7500 കാലറീസ്. അതായത് 7500 കലോറി സർപ്ലസ് ആയാൽ മാത്രമേ 1 കിലോ ഫാറ്റ് കൂട്ടുള്ളൂ. 7500 കലോറി ഡെഫിസിറ്റ് ആയാൽ മാത്രമേ 1 കിലോ ഫാറ്റ് കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 200 കലോറി കൂടുതൽ സർപ്ലസ് ആയിരുന്നു. നമ്മളെല്ലാവരും നോർമലി വിചാരിക്കണം എല്ലാവരും ആഗ്രഹം തടി കുറയ്ക്കാം. ബട്ട് തടി കൂട്ടാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. അതായത് ചിലവർ മെറ്റാബോളിസം ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ കുശുമ്പോടെ അസൂയുടെ ഒക്കെ നോക്കണവരുണ്ടാവും. ഭയങ്കരമായിട്ട് ബിരിയാണി നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരാൾ കാണും അങ്ങനെ, എത്ര കഴിച്ചാലും തടി വെക്കാത്ത ആളുകൾ. ബട്ട് അവർക്ക് ഒന്ന് ബൾക്ക് ചെയ്യാനുള്ള, മസിൽ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണമെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 4-5 ക്ലയൻസ് ഉണ്ട് 4500 കലോറി ഫുഡ് കഴിക്കുന്നത്. അതായത് അവർ സർപ്ലസിലായിരിക്കണം, എങ്കിൽ മാത്രമായിരിക്കും അവർ വെയിറ്റ് ഗെയിൻ ചെയ്യുള്ളൂ. അതായത് അവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് 4000 കലോറി ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞിട്ട് എല്ലാ ദിവസവും അത്രയും ഫുഡ് കഴിക്കാൻ പറയാനുള്ള അത്ര രസമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോ കലോറി പറഞ്ഞു, കലോറി ഡെഫിസിറ്റ് പറഞ്ഞു, സർപ്ലസ് പറഞ്ഞു. ഈ 3 അറിയാമെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിരിക്കും ലൈഫ് സ്റ്റൈൽ. ഇത് നമ്മുടെ വീട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഫുഡിന്റെ കുഴപ്പമല്ല. ഇപ്പൊ ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് വേണമെങ്കിലും ഫാറ്റ് കുറയ്ക്കാം. ബട്ട് ഇത് മാത്രമല്ല, ഇത് ബേസിക് ആണ്. ബാക്കി ഒരുപാട് മാക്രോ ന്യൂട്രിയന്റും മൈക്രോ ന്യൂട്രിയന്റും വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സ് ഒക്കെ കിട്ടണം. അത് സെക്കൻഡറി തിങ്. ഫസ്റ്റ് തിങ്, നിങ്ങൾ ഫാറ്റ് ലോസ് ആണ് ഗോളെങ്കിൽ ഈ പറഞ്ഞോട്ട് ഡെഫിസിറ്റിലായിരിക്കും. ടോട്ടൽ കലോറി ഇൻടേക്ക് ആയിരിക്കണം. പിന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതായത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞോട്ട് ടോട്ടൽ ഡെയിലി എക്സ്പെൻഡിച്ചർ, ഒന്നിലെ ആളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചും ആ ഒരു കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഓൺലൈനിൽ ഇഷ്ടംപോലെ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അതിലും ആളുടെ ഗോള് വെയിറ്റ് കുറയ്ക്കാനോ വെയിറ്റ് കൂട്ടാനോ 2 രീതിയിലും ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ ഈ പറഞ്ഞ ഡെഫിസിറ്റ് മേ ബി ഒരു 10-20% ഡെഫിസിറ്റിൽ പ്ലാൻ ചെയ്യും. അതായത് 1800 1600 2000 ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഫിക്സ് ചെയ്യും. പിന്നെ നമ്മൾ പ്രൈമറി ഫോക്കസ് ആക്ടിവിറ്റിയിൽ എങ്ങനെ നോക്കിയിട്ട് പ്രോട്ടീൻ ഫില്ല് ചെയ്യും. എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഈ 1800 കലോറി വരുന്നത് സം ഓഫ് പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ്സ്. ഞാൻ ആദ്യം പറഞ്ഞോട്ട് 1 ഗ്രാം പ്രോട്ടീൻ, 4 കലോറി, 1 ഗ്രാം കാർബ്, അത് കൂട്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രോട്ടീൻ ഫില്ല് ചെയ്യും.
പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ കാർബ്സും ഫാറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ. കാർബ്സും ഫാറ്റും ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഹാഫ് എന്നല്ല, എങ്ങനെയാണ് കംഫർട്ടബിൾ ആ രീതിയിൽ ഫിറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതലും കാർബ്സ് ഫില്ല് ചെയ്യാനായി കുറച്ചുകൂടി നല്ല ഫാറ്റിനേക്കാളും. കാര്യം എന്താണെന്ന് വെച്ചാൽ വിശപ്പ് മാറും, എനർജി കൂടുതലായിട്ട് കിട്ടും. നമ്മുടെ ഏറ്റവും ഈസിയസ്റ്റ് എനർജി സോഴ്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ കീറ്റോ ഡയറ്റിലേക്ക് പോകേണ്ടി വരും, ഫാറ്റ് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്യും, മോണിറ്റർ ചെയ്യും. പിന്നെ നമ്മൾ വർക്കൗട്ട് പ്ലാൻ അസൈൻ ചെയ്ത് കൊടുക്കും. ഹോം വർക്കൗട്ട് ആണോ, ജിം ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടോ, അത് ബോഡി വെയിറ്റ് ആണോ, ഇഞ്ചുറി ലെവല്, ബോൺ ഇഞ്ചുറി, അങ്ങനെ അതൊക്കെ ലിമിറ്റേഷൻ അനുസരിച്ച് വർക്കൗട്ട് പ്ലാൻ അസൈൻ ചെയ്ത് കൊടുക്കും. ഡേ ബൈ ഡേ ഇതൊക്കെ വർക്കൗട്ട് എത്ര സെറ്റ് റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യണം, ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് വീക്ക്ലി ഫോളോ അപ്പ് കോൾസ് ഉണ്ടാവും. ആ ഫോളോ അപ്പ് കോൾസിൽ നമ്മൾ ആളുടെ പ്രോഗ്രസ് ഒക്കെ ട്രാക്ക് ചെയ്ത് എല്ലാ വീക്കിലും നമ്മൾ ഈ ആദ്യം പറഞ്ഞ വെയിറ്റ്, മെഷർമെന്റ്സ്, ഫോട്ടോസ്, അതെന്തിനാന്ന് വിചാരിക്കും. സാധാരണ എല്ലാവരും വെയിറ്റ് മാത്രം ട്രാക്ക് ചെയ്യാറ്. ചില ആളുകൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കും, 8 hours ഫോട്ടോ എടുക്കും. ബട്ട് അത് ഒരു ഡീമോട്ടിങ് തിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് വെയിറ്റ് മാത്രം മൂവ് ചെയ്യണമെന്നില്ല. നമ്മുടെ ബോഡി ഒരു 5 to 6 ഡയമെൻഷനിലാന്ന് പറയാം. നമ്മുടെ ബോഡിയിൽ വാട്ടർ വെയിറ്റ് ഉണ്ട്, മസിൽസ് ഉണ്ട്, ബോൺ ഉണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് ആരും വെയിറ്റ് ലോസിന് വരരുത്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആരും വെയിറ്റ് ലോസിന് വരരുത്. ഓൺലി ഫോർ ഫാറ്റ് ലോസ്. നിങ്ങളാണെങ്കിൽ പോലും വെയിറ്റ് ലോസ് നോക്കരുത്, ഫാറ്റ് ലോസ് നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ബോൺ വെയിറ്റ്, വാട്ടർ വെയിറ്റ്, മസിൽസ്, ഓർഗൻസ്, ടിഷ്യൂസ്, ഹെയർ എല്ലാം അടങ്ങിയിട്ടാണ് വെയിറ്റ് നമ്മൾ ബേസിക്കലി കാണിക്കുന്ന ഒരു സംഭവം. പക്ഷെ അതിൽ നമുക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ടുള്ളതുള്ളൂ ഫാറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഫാറ്റ് പെർസെൻറ്റേജ് മാത്രം ഡ്രോപ്പ് ചെയ്താൽ മതി. വേറൊരു മിത്താണ് BMI. അതായത് ഒരു സാധാരണ ആൾക്കൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് ഇത്ര വെയിറ്റ് വേണമെന്ന് പറയും. ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിത്ത് ആൻഡ് ഔട്ട്ഡേറ്റഡ് തിങ്. നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആയിരിക്കാം. ഹൃതിക് റോഷൻ, റോണി കുൾമാൻ അവരൊക്കെ എടുത്താലും അവരുടെ വെയിറ്റ് 100+ 90 kg ആണ്. ഹൃതിക് റോഷൻ അറൗണ്ട് 90 kg ഉണ്ട്. ഹൃതിക് റോഷൻ ബോഡിയാണ് അൺഹെൽത്തി ആണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് മസിൽ മാസ് കൂടുതലുണ്ട്. മസിൽ മാസ് കൂടുതൽ മോശം കാര്യമില്ല, ഹെൽത്തി വേയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. അപ്പോൾ ഈ പറഞ്ഞു വിട്ടിട്ട് അവരൊക്കെ 10-30 കിലോ കുറയ്ക്കാൻ പോയാൽ ഈ മസിൽ മാസ് മൊത്തം ലോസ് ചെയ്യേണ്ടി വരും. BMI അനുസരിച്ച് ഹെൽത്തി ആണെന്ന് പറയുകയാണെങ്കിൽ. പകരം നിങ്ങൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നോക്കാം. ഇഫ് യു ആർ എ മെയിൽ, നോർമൽ പേഴ്സൺ ആണ്, വർക്കിംഗ് ഒക്കെ പോവുകയാണ്, ബോഡി ബിൽഡിംഗ് താല്പര്യം 60 to 80%, 16 മുതൽ 18% വരെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഒരു ഫീമെയിൽ ആണെങ്കിൽ അറൌണ്ട് 23 to 24 ആ റേഞ്ചിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഹെൽത്തി കണ്ടീഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 പാക്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഫർദർ ഡ്രോപ്പ് ചെയ്യാം. അതായത് ഈ 16 ഫർദർ ആയിട്ട് ഡ്രോപ്പ് 10 to 12%. നിങ്ങളൊരു അത്ലറ്റിക് ആണെങ്കിൽ ലൈക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ 7 to 8%. പുള്ളി ആ ഒരു പെർഫോമൻസിലും അത്ലറ്റ്സിലും ആക്റ്റീവ് ആയിരിക്കൊണ്ടാണ് ആ 78% ത്രൂ ഔട്ട് ദി ഇയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാത്ത ഒരാൾക്ക് ഇറ്റ്സ് വെരി ഹാർഡ് തിങ്. ആരെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ ലോവർ കലോറീസിലായിരിക്കും ഈ ഡെഫിസിറ്റ് നടക്കുന്നത്. നമ്മുടെ ആക്ടിവിറ്റി ലെവൽ കുറവാണെങ്കിൽ ബോഡി, അപ്പോൾ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും. അത് നമ്മുടെ പല ടെൻഷൻ, സ്ട്രെസ്, വേറെ സെക്ഷൽ ലൈഫിനൊക്കെ നമ്മൾ ബാധിക്കും. പിന്നെ എക്സ്പെഷ്യലി ഫീമെയിൽസ് ഒക്കെ നമ്മൾ നാച്ചുറൽ കോമ്പറ്റീഷൻ, IC എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ, അപ്പോൾ അതിൽ ഫീമെയിൽസും ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞോട്ട് ബോഡി ഫാറ്റ് പെർസെൻറ്റ് ഡ്രോപ്പ് ചെയ്താലാണ് അവർക്ക് വിസിബിൾ ആബ്സ് വരുള്ളൂ. കാര്യം അവർക്ക് ലോവർ ബോഡി കുറച്ച് ഫാറ്റ് കൂടുതലാണ്. അത് അവരുടെ റിപ്രൊഡക്റ്റീവ് സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെയാണ്, ജെനറ്റിക്കലി അങ്ങനെയാണ്. അപ്പം അത്രയും കുറയ്ക്കുന്നുണ്ട്. ആ കണ്ടീഷനിൽ നമുക്ക് അവർക്ക് ഒരു 4-5 months പീരീഡ്സ് അടക്കം ഉണ്ടാവില്ല. ലോവർ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ? PCOD അത് PCOD ഉള്ളവർക്കുള്ള ഒരു ഇറഗുലർ പീരീഡ്സ് ആണ്. അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ലോവർ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഓവറായിട്ട് പോകാനും പാടില്ല, ഹയർ ആവാനും പാടില്ല. ഹയർ ആവുമ്പോഴാണ് ഇപ്പൊ പറഞ്ഞ പോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, PCOD, ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ഡയബറ്റീസ്, ഇതൊക്കെ ഹൈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൊണ്ട് വരുന്ന മാത്രങ്ങളാണ്. ഹൈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വരുന്നത് വെച്ചാൽ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൈ കലോറി ഫുഡ്സ്, അൺഹെൽത്തി ഫാറ്റ്സ്, ലെസ് ആക്ടിവിറ്റി, സീറോ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടും ഇറഗുലർ സ്ലീപ്സ്. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഹൈ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ്. ഈ പറഞ്ഞിട്ട് ഇപ്പോൾ PCOD അതൊരു ഓവർലോഡ് സിസ്റ്റമാണ്.
അതും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് മോസ്റ്റ്ലി അങ്ങനെയുള്ളവർ പറയുന്നത് ഹൈ ബോഡി ഫാറ്റ് ഉള്ളവർക്കാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കും. അവർക്ക് ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർ പ്രോമിനൻ്റ് ആയിട്ട് അങ്ങനെ PCOD ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഹൈ പ്രോട്ടീൻ ഡയറ്റും കാർബോ ഡെഫിസിറ്റും ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് റിസർച്ചിൽ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ഡയബറ്റീസ് ഉള്ളവരുടെ ഇൻസുലിൻ സെൻസിറ്റീവിനെ ഹെൽപ്പ് ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസിന് സഹായിക്കുന്നതുകൊണ്ട് അതൊരു കൺട്രോൾ ചെയ്യും. ഇൻസുലിൻ ആ സെൻസിറ്റീവ് ഉള്ളവർക്ക് ഈ പറഞ്ഞ തൊട്ട് ഫാറ്റ് ലോസും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും ഷുഗറും ഡയബറ്റീസും കൺട്രോൾ ചെയ്യണം, ഫാറ്റ് ലോസും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോർമൽ ആളുകളെ പോലെ വെയിറ്റ് ലോസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് വേറെ ഓപ്ഷൻ ഇല്ല. എങ്കിൽ മാത്രമാണ് പീരിയഡ്സ് റെഗുലർ ആവുള്ളൂ. PCOD ഉള്ളവർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും, ഫേഷ്യൽ ഹെയർസ് വരും. പിന്നെ പീരിയഡ്സ് റെഗുലർ ആകുമ്പോൾ തന്നെ അവരുടെ മൂഡ് കംപ്ലീറ്റ്ലി ഔട്ട് ആവും. ഓക്കെ, അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫാറ്റി ലിവർ ഒക്കെ ഹൈ ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. ഡയബറ്റീസ് ആണ്, കൊളസ്ട്രോൾ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് അണ്ടർ കൺട്രോൾ വരാൻ പറ്റും. ഓക്കെ, വേറൊരു ഡിസീസാണ് യൂറിക് ആസിഡ്. ഇപ്പൊ ആക്ച്വലി ഞാനിപ്പോ 4-5 years ആയി ട്രെയിനിങ് ചെയ്യുന്നു. കറന്റ്ലി ഒരു 1 year ആയിട്ട് യൂറിക് ആസിഡ് ഉള്ളവർ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു റീസൺ? യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, നോർമൽ ഫസ്റ്റ് ഒരു മിസ്കൺസംഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടാണ് യൂറിക് ആസിഡ് വന്നത്. ഓക്കെ, മിക്ക ഡോക്ടേഴ്സും ചെല്ലുമ്പോൾ തന്നെ പ്രോട്ടീൻ കട്ട് ചെയ്യാൻ പറയും. ബട്ട് പ്രോട്ടീൻ അല്ല യൂറിക് ആസിഡിന്റെ പ്രോബ്ലം. പ്യൂറൈൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. പ്യൂറൈൻ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ നമ്മുടെ ബോഡിയിൽ എക്സൈറ്റ് വരുമ്പോഴാണ് യൂറിക് ആസിഡ് വരുന്നത്. പ്യൂറൈൻ ഈസ് ദ വില്ലൻ, നോട്ട് ദ യൂറിക് ആസിഡ്, നോട്ട് ദ പ്രോട്ടീൻ. അതായത് പ്യൂറൈൻ കൂടിയ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ലിവർ, കിഡ്നി, മറ്റേ ഓർഗൻ മീറ്റ്സ് ഇല്ലേ, ഓർഗൻ മീറ്റ്സ്, സീ ഫുഡ്സ്, റെഡ് മീറ്റ്സ്, മട്ടൻ, ബീഫ്, ഇതൊക്കെ പ്യൂറൈൻ കണ്ടന്റ് കൂടുതൽ സംഭവങ്ങളാണ്. ഇത് കഴിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് വരുന്നത്. അല്ലാണ്ട് ബട്ട് അവർക്ക് പാല് കുടിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ കുടിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കാം. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി യൂറിക് ആസിഡിനുള്ള പ്യൂറൈൻ ഭയങ്കര കുറവാണ്. ഇവർക്കാണെങ്കിലും ഈ പറയുന്ന പ്രോട്ടീൻ എസെൻഷ്യലാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞോട്ട് 1 gram per kg എന്ന രീതിയിൽ ഡയറ്റ് പ്ലാൻ ചെയ്യാം. ഹൈയിലോട്ട് പോകണം. കാരണം ഹൈയിലോട്ട് പോലെ എങ്ങനെയായാലും പ്യൂറൈൻ, പ്രോട്ടീൻ ആണെങ്കിൽ മിക്ക ഫുഡിലും പ്യൂറൈൻ ഉണ്ട്. ബട്ട് അതിന് പിക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ആ ഒരു സംഭവം മാത്രമാണ്. ഞാൻ വേറൊരു സംഭവം ഈയിടെയായിട്ട് കേട്ടു തുടങ്ങിയതാണ്. ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത്, ഫാറ്റ് ലോസ് സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഫ്രൂട്ടിൽ ഷുഗറാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കേട്ടായിരുന്നു. അത് ഈ പറഞ്ഞ തൊട്ട് ഫിയർ മോങ്കറിംഗ് എന്ന് പറയും. ഫിയർ മോങ്കറിംഗ് അതായത് ആളുകളെ പേടിപ്പിച്ചിട്ട് റീച്ച് കൂട്ടുക. നമ്മൾ ഇൻസ്റ്റഗ്രാമിലുള്ള പല ഫിറ്റ്നസ് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യാൻ പാടില്ല. പട്ടിണി നടന്ന് മരിച്ചു. ചോറ് കഴിക്കാൻ പാടില്ല, ചപ്പാത്തി കഴിക്കാൻ പാടില്ല, ഗ്രെയിൻസ് കഴിക്കാൻ പാടില്ല, മീറ്റ് കഴിക്കാൻ പാടില്ല, പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല, വീഗൻ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, പച്ചക്കറി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ തൊട്ട് ഫ്രൂട്ട്സ് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ പ്ലാനിലും എനി കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. പഴം ആയിക്കോട്ടെ, കപ്പങ്ങ ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ്. കാരണം വെച്ചാൽ ഫ്രൂട്ട്സിൽ കൊണ്ട് വൈറ്റമിൻസും മിനറൽസും സപ്ലിമെന്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഈ ഫ്രൂട്ട്സും പലതും ലോ കലോറിയാണ്. അതായത് 100 grams ഓഫ് ആപ്പിൾ ജസ്റ്റ് 60 calories, 100 grams ഓഫ് ബനാന 60-70 calories. കലോറി കൂടിയ ഫ്രൂട്ട് എന്ന് ഞാൻ പറയുന്നതും അവോയ്ഡ് ചെയ്യാൻ പറയുന്നതും ബട്ട് ഹെൽത്തി ഫുഡാണ്. വെസ്റ്റേൺ കൺട്രീസിൽ അവക്കാഡോ ഹെൽത്തി ഫാറ്റ് അല്ലേ? ഹെൽത്തി ഫാറ്റ് ആണ്, ബട്ട് കാലറീസ് കൂടുതലാണ്. ഒരു അവക്കാഡോ 240 calories ഉണ്ട്. ഓക്കെ, ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺസിന്റെ കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബട്ട് ഒരു അവക്കാഡോ 240, അതായത് നമുക്ക് 2 ബ്രെഡ് 2 എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അവിടെയും ക്വാണ്ടിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. ഫ്രൂട്ടിന് ഒരു ഇഷ്യൂ ഇല്ല, യു ക്യാൻ ഈറ്റ് ഇറ്റ്. ബട്ട് എന്നും പറഞ്ഞ് രാവിലെ വൈകിട്ട് ഫ്രൂട്ട് മാത്രം കഴിച്ചിട്ട് തടി കുറയാത്തവരും. അപ്പം ഞാൻ ചോദിക്കും, ഈ പറഞ്ഞ ആപ്പിൾ തന്നെ 2-3 ആപ്പിളും ഉച്ചക്ക് 3-4 പഴവും, അപ്പോഴാണെങ്കിൽ കലോറീസ് എക്സീഡ് ആയാൽ എന്താണെങ്കിലും സർപ്ലസ് ആയാലും ഫാറ്റ് ലോസ് സംഭവിക്കില്ല. സിമ്പിളായിട്ട്. ഈ വേറൊരു സംഭവം കേട്ടാണ്, ഈ ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക, ഫ്രഷ് ജ്യൂസ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുടിക്കാൻ പാടില്ല എന്നുള്ള. അതെന്താന്ന് വെച്ചാൽ ഫ്രൂട്ടിൽ ജ്യൂസ് അടിക്കുമ്പോൾ ഫൈബറിന്റെ
ഡീജനറേറ്റ് ആയി പോകുന്ന പറയും. ബട്ട് ഇറ്റ്സ് വെരി മിനിമൽ. അതിലുള്ള ബാക്കിയുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ കുടിക്കാം. പിന്നെ മിക്കവരും ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കും, പഞ്ചസാരയും കൂടി ഉപയോഗിക്കും. അപ്പൊ കളി മാറി. ഫ്രൂട്ട് അല്ല, ഫ്രൂട്ടിനും പഞ്ചസാര വന്ന് അതിന്റെ കലോറീസും കൂടി കൂടും. അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസായിട്ട് കൂടി കുടിക്കാം. ഐ പ്രിഫർ റോ ജ്യൂസ്, എന്നാൽ ആ ഒരു ജ്യൂസിന്റെ പ്രോപ്പർ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു ഫൈബറിൽ ചെറിയൊരു കണ്ടന്റ് ഡ്രോപ്പ് ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് നെഗ്ലിജിബിൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെറി ചെയ്യിപ്പിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന ഫൈബർ അങ്ങനെ പോകും, ഫൈബർ ഇങ്ങനെ പോകും. ഒരാൾക്ക് ഒരു ദിവസം 30 ഗ്രാം ഫൈബർ മതി. ഒരു ആവറേജ് ഒരാൾ ഡയറ്ററി ഫൈബർ 30 ഗ്രാം മതി. അത് ഒരു മീലിൽ 10 ഗ്രാം വെച്ച് കിട്ടിയാൽ തന്നെ 30 ഗ്രാമായി. നമ്മളിങ്ങനെ ചോറിലുണ്ട്, പച്ചക്കറിയിലുണ്ട്, ചിക്കനിലുണ്ട്, അല്ലെങ്കിൽ പയർ, എല്ലാത്തിലും ഫൈബർ ഉണ്ട്. ഓക്കെ, അപ്പോൾ വെജീസും കൂടി കഴിക്കുന്ന ഒരാൾക്ക് ഫൈബർ ആയിട്ട് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ പിന്നെ ആ ജ്യൂസ് അടിച്ച് പോകുന്ന 1 or 2 ഗ്രാം ഫൈബേഴ്സ് ജസ്റ്റ് ഇൻ മാറ്റർ. ഇഫ് യു ലൈക്ക് ജ്യൂസ്, ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ചിലവർ അങ്ങനെ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കും, ചിലപ്പോൾ കടിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള ജ്യൂസ് അടിച്ച് അങ്ങനെ കഴിക്കും. സോ ലാസ്റ്റ് ആയിട്ടൊരു ചോദ്യമല്ല, ഒരു സംഭവം. ഇപ്പോൾ സ്വന്തമായിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ച ഒരാൾക്ക് ബ്രോക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ടിപ്പ് എന്തായിരിക്കും? ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയുള്ള ആദ്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന കലോറി കാൽക്കുലേറ്റ് ചെയ്യും. യു ക്യാൻ യൂസ് ലോട്ട് ഓഫ് ആപ്സ്, ഫിറ്റർ, മൈ ഫിറ്റ്നസ് പാൽ, അങ്ങനത്തെ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡൊക്കെ ജസ്റ്റ് ലോഗ് ചെയ്തിട്ട് എത്ര കലോറി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ ഫാറ്റോ ഹൈ കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. പിന്നെ ഡയറ്റിൽ പ്രോട്ടീൻ ഡോമിനൻ്റ് ആക്കുക. ഓക്കെ, അതായത് പ്രോട്ടീൻസ് നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ സസ്റ്റൈനബിൾ ആവും. വിശപ്പ് നല്ലോണം കുറയും, മസിൽസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. 6 to 7 hours ഉറങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 liters വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ഒരു 25 kg ഉള്ള ഒരു 1 liter കുടിക്കാം. അപ്പോൾ ഒരു 75 ഉണ്ടെങ്കിൽ ഒരു 3 liters കുടിക്കാം. പിന്നെ സ്റ്റെപ്പ് കൗണ്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ നോക്കുക. സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ആക്ടിവിറ്റി ലെവൽ കൂട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നീറ്റ്, അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ കലോറി ബേണിങ് കിട്ടും. ഈ ഒരു 5 കാര്യങ്ങളാണ് ബേസിക്കലായിട്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് ആയിട്ട് പറയാം, ഡയറ്റ്, കലോറി ഡെഫിസിറ്റ്, 2 സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് കാർഡിയോ. ഇഫ് യു ലൈക്ക് കാർഡിയോ യു ക്യാൻ ആഡ് ഇറ്റ്. 3rd സ്റ്റെപ്പ് കൗണ്ട്. അതായത് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം 5000, നിങ്ങൾക്ക് 3000 5000 ആയിട്ട് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 10,000 സ്റ്റെപ്സ് ടാർഗറ്റ് ചെയ്യാം. 4th തിങ്, വാട്ടർ ഇൻടേക്ക്, വെരി ഇമ്പോർട്ടൻറ്റ്. 5th തിങ്, സ്ലീപ്പ് ക്വാളിറ്റി, 6 to 7 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ്. സ്ലീപ്പാണ് നമ്മുടെ റിക്കവറിങ് കാലൊക്കെ സഹായിക്കുന്നത്. നമുക്ക് ഉറക്കം കുറഞ്ഞാൽ അറൗണ്ട് 30% ഫാറ്റ് ലോസ്, അതായത് 2 മണിക്കൂർ ഉറക്കം കുറഞ്ഞാൽ പോലും 30% ഫാറ്റ് ലോസിന് എഫക്റ്റ് ചെയ്യും. അതായത് ഫാറ്റ് ലോസ് കുറയും 30%. ഓക്കെ, ഇതൊക്കെ റിസർച്ചിൽ പ്രൂവൺ ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നന്നായിട്ട് ഉറങ്ങുന്ന ദിവസം പിറ്റേ ദിവസം രാവിലെ വെയിറ്റ് വെക്കാം. ഒരു ദിവസം 5 മണിക്കൂറാണ് വെയിറ്റ് വെക്കാം, അടുത്ത ദിവസം 7 മണിക്കൂറായിട്ട് വെയിറ്റ് വെക്കാം. നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അത് പിറ്റേ ദിവസം നമ്മളത്തെ ക്ഷീണവും കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ വർക്കൗട്ടുള്ള പെർഫോമൻസ്, പിന്നെ അൺവാണ്ടഡ് ക്രേവിങ്സ് വരും. ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഡെയിലി റൊട്ടീനിൽ മാറ്റി ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ എന്താണോ അത് സെറ്റാവും. ഓക്കെ, സോ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയൊരു വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ 2 വീഡിയോസ് നമ്മുടെ ഫിറ്റ്നസിൻ്റെ വീഡിയോസ് നോക്കിയ സമയത്ത് അതിൽ കൂടുതലും ബോഡി ബിൽഡിങ്, മസിൽ ബിൽഡിങ് ആ ഒരു സെക്ടറായിരുന്നു. പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ചുകൂടെ ഒരു ഹെൽത്തിയർ സൈഡ്, അതായത് ഒരു ന്യൂട്രീഷൻ, കാലറീസ്, പ്രോട്ടീൻസ്, അങ്ങനെ ഒരുപാട് കാര്യത്തിനെ പറ്റി ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി. ഈവൻ എനിക്ക് തന്നെ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് പോഡ്കാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇത്. സോ എനിവേ, താങ്ക് യു ബ്രോ. താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും ഇനിയും ഈ ചാനലുണ്ടാവും. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.